കോഴിക്കോട്ടെ സാമൂഹിക സേവന സന്നദ്ധ പ്രവർത്തകർക്ക് എന്നും പ്രചോദകമാണ്. 3. ശ്രീ കെ പി സജീവൻ, ബ്യൂറോ ചീഫ്, കേരള കൗമുദി കോഴിക്കോട്, രാഷ്ട്രീയ കാര്യലേഖകൻ, കല, സംസ്കാരം, സാഹിത്യം എന്നിവയിൽ കൂടുതൽ ഇടപെടൽ. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന മരത്തണലിൽ പുസ്തകത്തിന്റെ രചയിതാവ്. ഭാര്യ ഷൈനി കെ, ഹയർ സെക്കൻഡറി അധ്യാപിക. മക്കൾ ആയത എസ്, മലർ എസ്. 4. ഡോക്ടർ എബി പി ജോയ്, എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള മാമല്ലശ്ശേരിയിൽ ജനിച്ചു. 30 വർഷമായി മാതൃഭൂമിയിൽ ജേർണലിസ്റ്റാണ്. ഇപ്പോൾ കോഴിക്കോട് ബ്യൂറോയിൽ ചീഫ് റിപ്പോർട്ടറാണ്. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും പത്രപ്രവർത്തനത്തിൽ PhD നേടിയിട്ടുണ്ട്. കേരള മീഡിയ അക്കാദമിയിൽ നിന്നും ജേർണലിസം ഡിപ്ലോമ നേടിയത് റാങ്കോടെയാണ്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പത്രപ്രവർത്തകനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ ധാരാളം ന്യൂസ് സ്റ്റോറികളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതാണ് പാനലിസ്റ്റുകളുടെ ലിസ്റ്റ്. ഇതിന് ശേഷം ഞാൻ ശ്രീമതി പാട്രീഷ്യയെ ഇതിന്റെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. Patricia, you're on mute. Sorry. Thank you, Meena. Thank you all for being here. Let's start with our first discussion topic. The power of the press, upholding freedom of speech in journalism. പത്രപ്രവർത്തനത്തിലെ സംസാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങളുടെ ശക്തി. What is press freedom important? ജനാധിപത്യത്തിന് പത്രസ്വാതന്ത്ര്യം എന്തുകൊണ്ട് പ്രധാനമാണ് എന്ന അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. എസ് രാധാകൃഷ്ണൻ, താങ്കളോടാണ് ആദ്യത്തെ ചോദ്യം. സ്വതന്ത്ര പത്രപ്രവർത്തനം സമൂഹത്തിന് എന്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭാവന ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ ചിന്തകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഒന്ന് പങ്കിടാമോ? For the introduction, thank you for the good words. Good morning, everyone. So, Patricia, അടിസ്ഥാനപരമായി ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ രീതിയിൽ തന്നെ ഉത്തരം പറഞ്ഞു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ചില അക്കാഡമിക് കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പ്രൊഫഷണൽ കാര്യങ്ങളും കൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന് ഉത്തരം ആകുമെന്ന് തോന്നുന്നു. ഇപ്പോ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ രണ്ട് ഫീൽഡിലും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഈ വിഷയം അപ്രോച്ച് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാധ്യമ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ അല്ലെങ്കിൽ ജേർണലിസം, നമ്മൾ പല പേരുകൾ പറയുമല്ലോ, ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതായത് ജനങ്ങളെ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, അത് നമ്മൾ ചുരുക്കി ഒരു 4-5 വാക്കുകളിൽ പറയുകയാണെങ്കിൽ, 4-5 കാര്യങ്ങളിൽ അല്ലെങ്കിൽ 4-5 വിഷയങ്ങളിൽ ഒതുക്കുകയാണെങ്കിൽ, ഒന്ന് അടിസ്ഥാനപരമായി ഞാൻ പറയുകയാണ്, ഒന്ന് വിവരങ്ങൾ നൽകുക അല്ലെങ്കിൽ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ഫ്രീ പ്രസ് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു പത്രത്തിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ചാനലിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനോ ഏതും ആകട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആകട്ടെ, ആ ജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഫാക്ച്വലായിട്ട് നൽകുക, ഫാക്ച്വലായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നൽകുക, എന്നിട്ട് അത് ജനങ്ങൾക്ക് വിടുക, എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ വായനക്കാർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അവരുടെ രീതിയിൽ അതിനെ പ്രോസസ് ചെയ്യുക അല്ലെങ്കിൽ ഡെസിഫർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ അവരുടേതായ തീരുമാനത്തിലെത്തട്ടെ. അതാണ് ഒരു അത്യന്താപേക്ഷിതമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം. രണ്ടാമത്തേത്, ഇത് എത്രത്തോളം ഉത്തരവാദിത്വത്തോടെയും എത്രത്തോളം സുതാര്യമായും നൽകുക എന്നുള്ളതാണ്. അതായത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി നമ്മൾ ഇംഗ്ലീഷ് പറയാം. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വിവരങ്ങൾ അന്വേഷിച്ച് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ആ ജനങ്ങൾ വീണ്ടും നമ്മൾ തിരിച്ച് ജനങ്ങളിലേക്ക് തന്നെ പോവുകയാണ്, അവർ തീരുമാനിക്കട്ടെ. അവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. ഒന്നൊരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു മോഡുണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ ഒരു അബ്യൂസ് ഓഫ് പവർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അന്വേഷിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ചെയ്യുന്നത് വായനക്കാരന് വിടുകയാണ് ചെയ്യുന്നത്, വായനക്കാരൻ തീരുമാനിക്കട്ടെ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, പൊതു സംവാദത്തിനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവരങ്ങൾ കൊടുക്കുന്നു,
വിവരങ്ങൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ പശ്ചാത്തലവും നമ്മുടെ മുൻവിധിയും, നമ്മുടെ എന്ന് പറഞ്ഞാൽ വായനക്കാരന്റെ അല്ലെങ്കിൽ പ്രേക്ഷകന്റെ മുൻവിധിയും പശ്ചാത്തലവും ഒക്കെ നോക്കിയിട്ട് ആ വിവരങ്ങൾ പ്രോസസ് ചെയ്യുമ്പോൾ 2 or 3 രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ തമ്മിലുള്ള സംവാദം, ഈ അഭിപ്രായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതാണ് പൊതുസംവാദത്തിനുള്ള ഒരു അന്തരീക്ഷം. അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ഒരു നിരീക്ഷണ പാടവം, അധികാരത്തിലിരിക്കുന്നവരെ നിരീക്ഷിക്കുക, അവരുടെ കൊള്ളയതായ്മകൾ തുറന്നു കാണിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യം. അതിന് നമ്മൾ പറയുന്ന ഒരു വാച്ച് ഡോഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ജനാധിപത്യത്തിന്റെ കാവൽ നായ്ക്കളാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ഈ സ്ക്രൂട്ടിനൈസിങ് ദ ആക്ഷൻ ഓഫ് ദോസ് ഇൻ പവർ, വീണ്ടും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അക്കാര്യം നമ്മളെ ജനങ്ങളെ അറിയിക്കും. പിന്നെയുള്ളത് അവരെ അഭ്യസ്തവിദ്യരാക്കുക, ബോധവൽക്കരിക്കുക. ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് അക്കാഡമിക് ആയിട്ട് ഒരു മാധ്യമത്തിന്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം പറയുമ്പോൾ എഡ്യൂക്കേറ്റ്, ഇൻഫോം ആൻഡ് എന്റർടൈൻ എന്നുള്ളതാണ്. ഈ 3 പേർപ്പസിൽ എഡ്യൂക്കേറ്റ് എന്ന് പറയുന്നതാണ് ഈ ജനങ്ങളെ അഭ്യസ്തവിദ്യരാക്കുക, അവരെ ബോധവൽക്കരിക്കുക. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, മീഡിയ ലിറ്ററസി, മാധ്യമ സാക്ഷരത, അത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 4-5 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു മാധ്യമം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒന്ന്, ഇതിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്ന് പക്ഷപാതപരമായി മാധ്യമങ്ങൾ പെരുമാറുന്നു എന്നുള്ള ഒരു ആരോപണം. അടുത്ത നമ്മൾ മറ്റേ സൈഡിലേക്ക് വരുന്നു. അവിടെ എന്താ ചെയ്യുന്നത്? വസ്തുതകൾ കൊടുക്കുന്നതിന് വസ്തുതകൾ വളച്ചൊടിക്കുന്നു. അവിടെ ഒരു മീഡിയ ബയാസ് ഉണ്ട്. ആ ബയാസ് എങ്ങനെയാണ്? നമ്മൾ വസ്തുതകൾ വളച്ചൊടിക്കുന്നു, ആ വസ്തുതകൾ മൂടി വയ്ക്കുന്നു, നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അഡ്വക്കസി എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, നമ്മൾ ഒരു അഡ്വക്കേറ്റ് കോടതി ചെയ്യുന്ന കാര്യം അത് മാധ്യമങ്ങൾ ചെയ്യുന്നു, ജനങ്ങളെ ഒരു പ്രത്യേക രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യം മീഡിയ ബയാസ്. രണ്ടാമത്തേത് എന്താണ്? സെൻസേഷണലിസം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്യോഗജനകമായിട്ട് വാർത്തകൾ അവതരിപ്പിക്കുന്നു. അവിടെ നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മൂടി വയ്ക്കുന്നില്ല, പക്ഷെ ആ ഫാക്ച്വലായ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനകത്തൊരു ഉദ്വേഗ സ്വഭാവം, ഒരു കൗതുക സ്വഭാവം കൊടുക്കും. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ പറയുന്ന പോലെ ഈ ചാനലുകളുടെ കാര്യത്തിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്താണ് ഓൺലൈനിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ TRP റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമ്മൾ വായനക്കാരന് വേണ്ടി ചില കാര്യങ്ങൾ സെൻസേഷണലൈസ് അവതരിപ്പിക്കുന്നു. അപ്പോൾ ചില എന്താണ് മുമ്പ് നമ്മൾ പലപ്പോഴൊക്കെ ഞങ്ങളുടെയൊക്കെ ജോലിയുടെ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് വായനക്കാരന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. വായനക്കാരന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളല്ല, വായനക്കാരന് പല രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടതുണ്ട്. അപ്പൊ അത് കൊടുക്കേണ്ടതല്ല ചെയ്തത് നമ്മൾ കൊടുക്കേണ്ടതല്ല. നമ്മൾ ചെയ്യേണ്ടത് വായനക്കാരനെ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ വായനക്കാരനെ മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5-6 കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ഈ സെൻസേഷണലിസം എന്നുള്ളത് നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കണം എന്നാണ് അക്കാഡമിക്കായിട്ട് നമ്മൾ പറയുന്നത്, ഒഴിവാക്കണമെന്നാണ്. പിന്നെ ഒന്ന് ഇൻവേഷൻ ഓഫ് പ്രൈവസി, അതായത് സ്വകാര്യതയെ ഹനിക്കുമ്പോൾ നമ്മൾ ഈ പ്രൈവസി കൺസേൺസ് അതൊരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. ഒരു സ്വകാര്യത എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാം. ഒരു പ്രൈവറ്റ് അതിലൊരു പോയിന്റ് പറയുന്നത് പബ്ലിക് പേഴ്സൺസിന് പ്രൈവസി ഇല്ല. ഇപ്പോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഒരു MD, ഒരു സ്ഥാപനത്തിന്റെ MD, അപ്പോൾ അദ്ദേഹം ഒരു കറപ്ഷൻ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി സ്വത്ത് ആർജിക്കുന്നു അല്ലെങ്കിൽ സമ്പാദിക്കുന്നു. അപ്പോൾ കുടുംബത്തിലുള്ള ആളിന്റെ കാര്യങ്ങൾ മാധ്യമങ്ങൾ എക്സ്പോസ് ചെയ്താൽ പലപ്പോഴും മാധ്യമങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ശരിയാണോ? അദ്ദേഹത്തിന്റെ കുടുംബകാര്യമല്ലേ? അത് ഇൻവേഷൻ ഓഫ് പ്രൈവസി അല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ പബ്ലിക് പേഴ്സൺസിന് പ്രൈവസി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഡിബേറ്റബിൾ ആണ്. അത് ഞാൻ പിന്നീട് നമുക്ക് അടുത്ത് വരുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യാം. പിന്നെ ഒന്ന് വ്യാജ വാർത്തകൾ നൽകുന്നു. അതാണ് ഇന്നത്തെ കാലത്ത്. സോറി ടു ഇന്ററപ്റ്റ്. ഞാൻ ഇതിനോടനുബന്ധിച്ച് ഇത്രയും രാധാകൃഷ്ണൻ സാർ പറഞ്ഞതിനോടനുബന്ധിച്ച് ഞാൻ ഒരു ചോദ്യം എനിക്ക് പെട്ടെന്ന് വന്നതാണ്. മാധ്യമ പ്രവർത്തകരെല്ലാരും ഇപ്പൊ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം വന്നിട്ട് ഡോക്ടർ റബി പി ജോയിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം വന്ന്
ഇതിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഒത്തിരി അധികം എസ് രാധാകൃഷ്ണനെ പോലെ തന്നെ പത്രത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തോട് ഞാൻ ഇതിനെ ഒരു പിഗി ബാക്ക് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. താങ്കളുടെ അനുഭവത്തില് ഇന്ന് പത്രസ്വാതന്ത്ര്യത്തിന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികൾ എന്താണ്? കാരണം ഇപ്പൊ രാധാകൃഷ്ണൻ സാർ ഇപ്പൊ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു വാർത്ത കൊടുക്കുമ്പോഴത്തേനും ആർക്കെങ്കിലും എതിരെ ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി നമ്മൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു പത്ര സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ സംസാര സ്വാതന്ത്ര്യത്തിന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണെന്നാണ് ഡോക്ടർ എബി സാറിന്റെ അഭിപ്രായം എന്താണെന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളാം. പത്രസ്വാതന്ത്ര്യം നേരിടുന്ന ഭീഷണികൾ എന്ന് പറയുമ്പോൾ അത് ഇന്ന് മാത്രമുള്ളതല്ല, എക്കാലവും പത്രങ്ങൾക്കുണ്ടായിരുന്നു, അത് ഇനിയും തുടരുകയും ചെയ്യും. സത്യം പറയുന്ന ആളുകളെ നിശബ്ദരാക്കുവാനോ ഭയപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായി സംസാരിപ്പിക്കുവാനോ ഉള്ള ശ്രമങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇക്കാലത്തും ഉണ്ട്. ഇന്ന് അത് വളരെ കൂടുതലാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സത്യം വെളിപ്പെടുത്തുന്ന ഒരു പ്രവാചക ദൗത്യത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളിൽ അവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് മാധ്യമ പ്രവർത്തകരെ കാണുന്നത്. മാധ്യമ സ്ഥാപനങ്ങളെ അവർ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന ഒരു മുദ്രാവാക്യവുമായി 102 വർഷം മുമ്പ് ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്ന് തന്നെ പറയാം, സ്വാതന്ത്ര്യ സമര സേനാനികൾ പിരിച്ചെടുത്ത 1000 രൂപയിൽ ആരംഭിച്ച മാതൃഭൂമി എന്ന് പടർന്നു പന്തലിച്ച് ഇന്ത്യയിലെ തന്നെ വലിയ മാധ്യമങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്താൽ ജനം അത് ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ അത് സെൻസേഷണലൈസ് ചെയ്യുകയും അത് പെരുപ്പിച്ച് കാട്ടുകയും ഉദ്ദേശശുദ്ധി ഇല്ലാതെ റിപ്പോർട്ടുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ജനങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുന്നത്. ഒരു സെൽഫ് കറക്റ്റീവായിട്ടുള്ള ഒരു മെക്കാനിസം എപ്പോഴും മാധ്യമങ്ങൾക്ക് അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അത് ജനങ്ങൾ അത് സ്വീകരിക്കും. ഇനി മാധ്യമങ്ങൾക്കും തെറ്റുപറ്റാം. അങ്ങനെ തെറ്റുപറ്റിയാൽ കഴിയുന്നത്ര വേഗം അത് തിരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം. നമ്മളിതെല്ലാം പറയുമ്പോഴും ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ കോർപ്പറേറ്റ് യുഗമാണ് ഇപ്പോൾ ഉള്ളത്. മാധ്യമരംഗത്തും കോർപ്പറേറ്റുകൾ തമ്മിലുള്ള മത്സരം വളരെ ഉണ്ട്. സാധാരണ കൺവെൻഷണൽ മാധ്യമങ്ങൾ തന്നെ കോർപ്പറേറ്റ് സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് നമുക്ക് പത്രം ഇറക്കാനായിട്ട് കഴിയില്ല. ഫാക്ട്സ് ആർ സീക്രട്ട്, കമന്റ് ഈസ് ഫ്രീ എന്നാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ എക്കാലത്തെയും വലിയ ആചാര്യന്മാരിൽ ഒരാളായിട്ടുള്ള CP സ്കോട്ട് എഴുതിയിട്ടുള്ളത്. അതിന് ഇന്നും പ്രസക്തിയുണ്ട്. മാധ്യമങ്ങളുടെ അഭിപ്രായം അത് അഭിപ്രായമായി തന്നെ കൊടുക്കുക. വാർത്ത സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി, കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിക്കുക. പല പത്രങ്ങളും വാർത്തകളിൽ നിറം ചേർക്കുന്നത് കൊണ്ട് അത് പത്രങ്ങൾക്ക് മാത്രമല്ല, മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും ഒക്കെ ഇത് ബാധകമാണ്. അവർ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആളുകളുടെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ സത്യത്തിന്റെ പാതയിൽ നിന്ന് ഒതുങ്ങിപ്പോകുന്നത്. സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ പ്രസ് ഫ്രീഡം എന്നും റെസ്പോൺസിബിൾ ജേർണലിസം എന്നും ഒക്കെ പറയുന്നത് നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പത്രപ്രവർത്തനം ചെയ്യുമ്പോഴും ഒരു സ്വതന്ത്ര റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഒരു കൃത്യമായ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എത്തിക്കൽ റിപ്പോർട്ടുമായി മാധ്യമ പ്രവർത്തകർക്ക് സംസാര സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാണ് സജീവന്റെ ഒരു അഭിപ്രായത്തിൽ. സജീവൻ എന്താണ് അതിനെക്കുറിച്ച്, സജീവന്റെ അഭിപ്രായം എന്താണ്? നമസ്കാരം സജീവൻ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാന് ഞങ്ങള് രണ്ടുപേരും കോഴിക്കോട് ഒന്നിച്ചിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എബി പറഞ്ഞു, രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോ മാധ്യമ സ്ഥാപനത്തിന്റെയും എത്തിക്സ് ആണ് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ ഒരു രസകരമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഞാനതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ പത്രപ്രവർത്തനം എന്ന് പറയുമ്പം ഇപ്പം ഞങ്ങൾ പറയാറുണ്ട്, ഞാൻ 25 വർഷമായിട്ട് പത്രപ്രവർത്തനം നടത്ത ആളാണ്. അപ്പം പത്രപ്രവർത്തനം എന്നുള്ള ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾ പറയും പത്രപ്രവർത്തനം അല്ലടാ പാത്രപ്രവർത്തനമാണ് നടത്തുന്നത് പറയും ഇടയ്ക്ക്. എന്ന് പറഞ്ഞാൽ ചില വാർത്തകൾ സാധനങ്ങളൊക്കെ വരുമ്പോൾ
നമ്മൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തിന്റെ നേർ വിപരീതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ പോലും മഷിയിട്ട് നോക്കിയാൽ കാണാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന്, ഞാൻ ആളുടെ പേരൊന്നും പറയില്ല, ഞാൻ ദീപികയുടെ ബ്യൂറോ ചീഫായിരിക്കുന്ന കാലത്ത് പിന്നെ എന്റെ നമ്മുടെ അജിത, കെ അജിത എന്ന് പറഞ്ഞാൽ അന്വേഷി അജിത അറിയാലോ, വിപ്ലവകാരിയായിട്ടുള്ള അജിത അല്ലേ? അജിതേച്ചി കോഴിക്കോട് നടത്തിയൊരു വാർത്താ സമ്മേളനം ഉണ്ട്. ഒരു ഭയങ്കര രസകരമായ രസകരമെന്നല്ല, അവിടെ ഒരു വലിയൊരു സ്ഥാപനത്തില്, ഞാൻ അതില് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ ഊഹിക്കാൻ പറ്റും. അപ്പം ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നു. അവിടുത്തെ മുതലാളിയെ അവരെ പീഡിപ്പിച്ച് ഗർഭിണിയാവുന്നവര്. അപ്പം അവരുടെ അവസാനം അവരെ ഈ സ്ഥാപനത്തിനോടൊപ്പം കൈ ഒഴിയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, കേൾക്കുന്നുണ്ടോ? എന്നിട്ട് എന്താ പറഞ്ഞാൽ അജിതേച്ചി അടക്കമുള്ള അന്വേഷി സംഘം വാർത്താ സമ്മേളനം നടത്തുന്നു. വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ രാത്രിയിൽ വാർത്തകൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക്, എല്ലാ സ്ഥാപനത്തിലേക്കും, ബിയുടെ സ്ഥാപനമായാലും അന്ന് ഞാൻ ജോലി ചെയ്ത സ്ഥാപനം, എല്ലാ സ്ഥാപനത്തിലേക്കും അവിടുത്തെ മുതലാളിമാർ അന്ന് രാത്രിയിൽ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഒരു പരസ്യം തരിക. അതാണ്, പ്രത്യേകിച്ച് അവർക്കൊന്നും കൊടുക്കാനില്ല, നാളെ ഒരു ഉദ്ഘാടനമില്ല, ഒരു സാധനമില്ല, നമുക്ക് ഒരു ഉദ്ഘാടനത്തിന്റെ പരസ്യം. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ഊഹിക്കാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ ആ വാർത്ത ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഒരു വാർത്ത കിട്ടിയാൽ അത് ഫയൽ ചെയ്യുക. ആ വാർത്ത നമ്മളുടെ ഒരു മാനസിക സംതൃപ്തിയാണ്, അത് നമ്മളത് ചെയ്യുന്നു. പക്ഷെ 1 ലക്ഷം രൂപ അന്ന് പരസ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പുള്ള കാര്യം, അല്ലെ 15 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അമേരിക്കക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതെനിക്ക് മനസ്സിലാകും. ഒരു റോള് പേപ്പർ മേടിക്കാനുള്ള കാശായി. അപ്പം അന്ന് എന്താ പറഞ്ഞാൽ ആ വാർത്ത വെളിച്ചം കണ്ടില്ല, എന്താ പറഞ്ഞാൽ ആ വാർത്ത വരില്ല. കാരണം പിറ്റേ ദിവസം വലിയ വെച്ച് വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എത്തിക്സ് ആണെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ വാർത്തയിലൂടെ കാണിച്ചിട്ടുണ്ട്. വാർത്തയിലൂടെ നമ്മൾ എത്തിക്സ് കാണിച്ചിട്ടുണ്ട്. എല്ലാ വാർത്തയുടെ കാര്യത്തിലും അല്ല ഞാൻ പറയുന്നത്, ചില വാർത്തകളിലെങ്കിലും നമ്മൾക്ക് ചില വാർത്തകൾ കൊടുക്കാൻ പറ്റാത്ത, നമ്മള് നഗരത്തിലൊരു മരണം നടന്നാല്, ഒരു രാത്രിയിലൊരു ഗർഭിണി മരിച്ചു കഴിഞ്ഞാൽ, ഒരു തൂങ്ങി മരണം നടന്നാല്, ഒരു ആത്മഹത്യ നടന്നാലും, ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കൊടുക്കാറുള്ളൂ. നമ്മള് സ്വകാര്യ ആശുപത്രി മരിച്ചു എന്നേ കൊടുക്കാറുള്ളൂ. എവിടെയെങ്കിലും ഏതെങ്കിലും ആശുപത്രിന്റെ പേര് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കാറില്ല. അത് നേരത്തെ അടുത്ത ചർച്ചയിലേക്ക് നിങ്ങൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴാണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. ആ ഒരു പ്രശ്നം ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ദൈനംദിനമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് ആഗ്രഹിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കേണ്ട വാർത്തകൾ പലപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം ഇന്ന് കേരളത്തിൽ എല്ലാ മാധ്യമ പ്രവർത്തകരും അനുഭവിക്കുന്നുണ്ട്. അതിന് ഞങ്ങളൊക്കെ പരിഹാരം കാണുന്നതെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനോ അല്ലെങ്കിൽ പാട്ടുകാരനോ വേറെ ആരുടെയെങ്കിലും ബുദ്ധിമുട്ടോ ദുരിതങ്ങളോ വാർത്തയാക്കുമ്പോൾ അയാൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കുറെ ആളുകൾ രംഗത്ത് വരുന്നു. നിങ്ങളെപ്പോലെ അമേരിക്കൻ മലയാളികൾ അല്ലെങ്കിൽ ആളുകളൊക്കെ വരുന്നു, അവർ സഹായിക്കുന്നു ഒക്കെ ചെയ്യുന്നിടത്തിലാണ് നമ്മൾ ഇപ്പോ 25 കൊല്ലം കഴിയുമ്പോൾ പത്രപ്രവർത്തകരിൽ ഒരുപക്ഷെ ഞാൻ എന്ത് ചെയ്താൽ ആ ഒരു സംതൃപ്തി അടയുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റ് എത്തിക്സിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണ്, ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാധാകൃഷ്ണൻ സാറിനോടാണ് ഞാനത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ എത്തിക്സ് ഇതെല്ലാം നമ്മൾ പറയുന്നത് ഇങ്ങനെ, നമ്മളിപ്പോ സജീവൻ പറഞ്ഞ പോലെ തന്നെ ദേശീയ സുരക്ഷയോ പൊതു താല്പര്യമോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് സർക്കാരുകളും മാധ്യമ സംഘടനകളും നമുക്ക്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന് അത് എങ്ങനെയാണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ അത് കാണാൻ പറ്റും? രാധാകൃഷ്ണൻ സാറാണ് എനിക്ക് ഇതിന് മറുപടി പറയേണ്ടത്. നമ്മളിപ്പോ ഈ എത്തിക്സ് ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതെല്ലാം അതിനെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ അത് ഉറപ്പാക്കുന്നതെന്ന് എങ്ങനെ കാണാം? രാധാകൃഷ്ണൻ സാർ നമുക്ക് ഇതിന് ഒരു മറുപടി തന്നാൽ കൊള്ളായിരിക്കും. ഞാന് നേരത്തെ സജീവൻ പറഞ്ഞതിന്റെ ഒരു ബാക്കി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് പോവാം. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ചില വാർത്തകൾ, ഇപ്പൊ സ്വകാര്യ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. പല സ്വകാര്യ ആശുപത്രി മാത്രമല്ല, പല സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പേരുകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൂടി വയ്ക്കാൻ അല്ലെങ്കിൽ നമസ്കരിക്കാനായിട്ട് മാധ്യമപ്രവർത്തകർ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമായിട്ട് ഞാനിപ്പോൾ കാണുന്നത്. അതായത് ചെയ്യുന്നത്, ഇൻ കേസ് ഏതെങ്കിലും കാരണവശാല്
നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പത്രത്തിനോ വലിയ ചാനലിനോ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പതുക്കെ വേറെ ഏതെങ്കിലും ചെറിയൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി കൊടുക്കുക വാർത്ത. അങ്ങനെ കൊടുത്തിട്ട് അത് ലൈം ലൈറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ ഈ എന്താണ് അതിപ്രസരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിപ്രസരം ശരിക്കും വേണ്ടതാണ്. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ പ്ലൂറലിസം എന്ന് പറയുന്ന സാധനം വേണ്ടത് തന്നെയാണ്. ഇപ്പോ ഉദാഹരണത്തിന് ദൂരദർശൻ വന്നു. ദൂരദർശൻ ഔദ്യോഗിക മാധ്യമമാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് വന്നു. ചാനലിന്റെ കാര്യം മാത്രം പറയാം. ഏഷ്യാനെറ്റ് വന്നു. അപ്പോ അന്ന് പലരും ചോദിച്ചു, എന്താണ് നമുക്കിപ്പോ വിഷ്വൽ മീഡിയ ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഏഷ്യാനെറ്റിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എത്ര ചാനലുകളാണ് നമുക്കുള്ളത്? മലയാളം ചാനലുകൾ, വാർത്താ ചാനലുകൾ എത്രയാണ്, എന്റർടൈൻമെന്റ് ചാനലുകൾ എത്രയാണ്? ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ ചോദിക്കും, ഇതിന്റെ ആവശ്യമുണ്ടോ? ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനം നമ്മുടെ അല്ലെങ്കിൽ സമൂഹത്തിലുണ്ട്. അത് ഓരോ പേർപ്പസ് സേവ് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോ ഇന്നത്തെ കാലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇന്നത്തെ കാലത്ത് വാർത്ത മൂടി വയ്ക്കാൻ പ്രയാസമാണ്, വാർത്ത തമസ്കരിക്കാൻ പ്രയാസമാണ്. നമ്മളിപ്പോ ഒരു എന്താണ് ഒരു സ്ഥാപനം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പത്രങ്ങളെ മൊത്തം ബ്ലാക്കൗട്ട് ചെയ്താൽ പോലും ചാനലുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ യൂട്യൂബോ എവിടെയെങ്കിലുമൊക്കെ വാർത്ത വരും. ആ വാർത്തയ്ക്ക് നിഷേധക്കുറവ് പറക്കാനോ അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് വിശദീകരണം നൽകാനോ ഇവർ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഓക്കെ, ഇനിയിപ്പോ വിഷയത്തിലേക്ക് വരാം. ഈ എന്താണ്, ഇതൊരു വളരെ 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 ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ വളച്ചൊടിക്കപ്പെട്ട ഒരു വിഷയമാണ് ഈ രാജ്യ താല്പര്യം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഞാൻ പേഴ്സണലായിട്ട് പറയാണ്. അപ്പോ എന്തിനു വേണ്ടിയിട്ടും രാജ്യ താല്പര്യം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും അതിനെ ആ ഒരു 4 അതിർത്തിക്കുള്ളിൽ ഒതുക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് തെലങ്കാനയിൽ ഒരു സംഭവം ഉണ്ടായി. തെലങ്കാനയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് 2 മാധ്യമ പ്രവർത്തകർ വാർത്ത കൊടുത്തു. മുഖ്യമന്ത്രിക്കെതിരായിട്ട് വാർത്ത കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ആ 2 മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഇതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, മാധ്യമ പ്രവർത്തനത്തിന്റെ ബേസിക് അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ഈ അടിസ്ഥാനപരമായ 5 കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഒന്ന് ഈ കറപ്ഷൻ എക്സ്പോസ് ചെയ്യുക. അതെന്തിനാ ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനെ എന്താണ് ബ്ലാക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുക, അതിനെ തടസ്സപ്പെടുത്തുക. അതൊന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനെ നമ്മൾ പറയുന്നത് സെൻസർഷിപ്പ് എന്ന് പറയും. അപ്പോൾ രാജ്യദ്രോഹം, രാജ്യതാല്പര്യം എന്നീ വാക്കുകളിൽ ഇതിനൊക്കെ കുടുക്കിയിട്ടിട്ട് സെൻസർഷിപ്പ് അടിച്ചേൽപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ പല രീതിയിൽ സർക്കാരുകൾ ചെയ്യുന്നത്. അത് ഗവൺമെന്റ് സെൻസർഷിപ്പ് എന്ന് പറയാം. പിന്നെ സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട്, അതായത് മാധ്യമങ്ങൾ സ്വയം ചെയ്യുന്ന സെൻസർഷിപ്പ്. അത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, അത് ചിലപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 18 വയസ്സുള്ള പെൺകുട്ടി മാനഭംഗപ്പെടും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മൾ പേര് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പെൺകുട്ടിയാലും ആൺകുട്ടിയാലും പേര് കൊടുക്കുന്നില്ല. അത് പത്രങ്ങൾ അവരുടെ തുടക്കകാലം മുതൽ ചെയ്തു വന്നിരുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പാണ്. പക്ഷെ ആ സെൽഫ് സെൻസർഷിപ്പ് മാറിയിട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? വാർത്തകൾ തമസ്കരിക്കുന്നതിലോട്ട് പോയി. അപ്പോൾ ഈ ദേശതാല്പര്യം, രാജ്യതാല്പര്യം എന്നൊക്കെ പറയുന്നത് ഈ വാർത്തകൾ തമസ്കരിക്കുന്നതിൽ മാധ്യമങ്ങൾ തന്നെ താല്പര്യം എടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ്? പിന്നെ ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ അനുഭവിക്കുന്ന കാര്യം എന്താണ്? ഭീഷണികളാണ്, ഫിസിക്കൽ ത്രെറ്റ്സ് ആണ്, ലീഗൽ ത്രെറ്റ്സ് ആണ്. അതായത് വർഷങ്ങളോളം കോടതി കാര്യം നടക്കേണ്ടി വരും. ഇപ്പൊ കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കാർഡിനലായിട്ട്, അതായത് വളരെ പാവനമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പ്രൊട്ടക്ഷൻ ഓഫ് സോഴ്സസ്. നമ്മുടെ ഉറവിടം ഒരിക്കലും വെളിപ്പെടുത്തില്ല. കോടതി പറഞ്ഞാൽ പോലും ഉറവിടം വെളിപ്പെടുത്താതെ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു കേസ് ഉണ്ടായാൽ ആദ്യം പോയി പോലീസുകാർ ചെയ്യുന്നത് ആ മാധ്യമപ്രവർത്തകന്റെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഫോൺ എടുത്തോണ്ട് പോവാണ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ എടുത്തോണ്ട് പോകും. അതെന്തിനാ ചെയ്യുന്നത്? അത് ആര് വിളിച്ചു ആ വാർത്ത കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ വാർത്ത ആര് തന്നു? ഈ പ്രൊട്ടക്ഷൻ ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, കോടതി പോലും അംഗീകരിച്ച കാര്യമാണ്. അതാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അവിടെ സെൻസർഷിപ്പ് ആരെ ചെയ്യുന്നത്? അവിടെ പോലീസ് ചെയ്യുന്നു. പോലീസ് ആർക്ക് വേണ്ടി ചെയ്യുന്നു? ഭരണകൂടത്തിന് ചെയ്യുന്നു. അപ്പൊ ഈ രാജ്യതാല്പര്യം മാത്രമല്ല, ഇനി രാജ്യദ്രോഹം മാത്രമല്ല, ഇതിന്റെ പല 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 വാക്കുകൾ കൊണ്ടുവന്നിട്ട് അതിന്റെ എല്ലാ നിർവചനത്തിനകത്ത് മാധ്യമപ്രവർത്തകനെയും മാധ്യമപ്രവർത്തനത്തിനെയും ഉൾപ്പെടുത്തി കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പല രീതിയിൽ, ഇപ്പൊ നിയമത്തിന്റെ പേരിലായാലും ശരി തന്നെയാണ്, ഈ സാമ്പത്തികമായ സമ്മർദ്ദങ്ങളുടെ പേരിലായാലും ശരി തന്നെയാണ്. ഇപ്പൊ ജോബ് സെക്യൂരിറ്റി,
കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഇപ്പോ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒരു കാര്യമാണ് ജോലി സുരക്ഷ. ജോലി സുരക്ഷ എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ വളരെ ആർക്കുമില്ല, എന്നാലും അതിന്റെ കൂടെയുള്ള ഒരു എല്ലാവർക്കും അത് മറ്റുള്ള മേഖലകൾ നമ്മൾ പറയുമ്പോൾ മാധ്യമപ്രവർത്തനം പ്രത്യേകിച്ച് വേറിട്ട് നടത്തണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് മേഖല പോലെ ചിലപ്പോൾ അതിനേക്കാളേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മാധ്യമപ്രവർത്തനം. അവിടെ ഈ ജോബ് സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ എക്കണോമിക് സെക്യൂരിറ്റിയോ ഈ പറഞ്ഞ പോലെ സെൻസർഷിപ്പോ ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. സെൻസർഷിപ്പ് ഉണ്ടെങ്കിൽ ജോബ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ. അപ്പോൾ ഈ ജോബ് സെക്യൂരിറ്റിയുടെ പേരിൽ തന്നെ ഒരു സെൻസർഷിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക, നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നാളെ എവിടെയാ, നിങ്ങൾ ഷില്ലോങ്ങിലിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആൻഡമാനിലിരിക്കും എന്ന് പറയാ. അപ്പൊ എവിടെയാണ് ജോബ് സെക്യൂരിറ്റി ഉള്ളത്? അതും ഒരുതരം സെൻസർഷിപ്പാണ്. അപ്പോൾ അവിടെ രാജ്യ താല്പര്യമല്ല, ദേശ താല്പര്യമല്ല, മാധ്യമ താല്പര്യം പോലും വയലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം അത് നമ്മൾ ഇപ്പൊ പരീക്ഷ ചോദിച്ച പോലെ അത് നാഷണൽ സെക്യൂരിറ്റിയിൽ മാത്രമല്ല ഒതുക്കേണ്ടത്, അത് സ്റ്റേറ്റ് സെക്യൂരിറ്റിയിലും നമ്മുടെ സൊസൈറ്റിയുടെ സെക്യൂരിറ്റിയിലും കൂടെ അത് കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം. That's very insightful. So moving to our second topic, എനിക്ക് നമ്മുടെ മേയർ കാൻഡിഡേറ്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പോവാം. അദ്ദേഹം പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഡാലസ് ചാപ്റ്ററിന്റെ ഒരു വളരെ എന്താ പറയാ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് PC മാത്യു. അദ്ദേഹം ഇവിടെ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുവാണ്. പുള്ളി ഇപ്പോ അദ്ദേഹം അതിന്റെ ഇലക്ഷന്റെ ഒരു ഇതൊക്കെയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, പോകാനായിട്ടുള്ള ധൃതിയിൽ നിൽക്കുവാണ്. ഞാനപ്പോ വിചാരിച്ചു അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അദ്ദേഹത്തെ പിടിച്ചു നിർത്തണ്ട എന്ന് വിചാരിച്ചു. നമുക്ക് അടുത്ത ടോപ്പിക്ക്, നമ്മളുടെ അടുത്ത ടോപ്പിക്ക് സോഷ്യൽ മീഡിയ. ഒരു അഭിപ്രായം പറയാം. ഈ എത്തിക്സിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോകട്ടെ. തീർച്ചയായിട്ടും. ഈ എത്തിക്സിൽ പല പേപ്പറുകാരും ചെയ്യുന്നത് വെച്ചാല് കാശ് കൊടുത്ത് അല്ലെങ്കിൽ പവർ കൊണ്ട് അധികാരം, അത് കേരളത്തിലെ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പവർ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പത്രങ്ങൾ എഴുതുന്നു. ഇപ്പം കെ.പി. യോഹന്നാൻ തന്നെ ഇവിടെ സംഭവിച്ച സംഭവത്തിന് വളരെ ദുരൂഹതയുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു റിച്ച് കോംപ്ലക്സ് ജീവിക്കുന്ന ഒരാള് കൊല്ലപ്പെട്ടാണെന്നും അല്ലാതെ ആക്സിഡന്റ് ആണെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ സാധാരണ ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു റോഡില് വണ്ടി ഇടിച്ച് മരിക്കുന്നു. അതിനകത്ത് വീഡിയോയിലോ ഫോട്ടോയിലൊക്കെ വണ്ടിയുടെ വീൽപാടുകള് ഗ്രാസിൽ കൂടെ പോയിട്ട് കാണാം. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഇവിടുത്തെ മീഡിയ കോണ്ടാക്ട് ചെയ്യുന്നു. ഇവർ ചിലർ പോകുന്നു, ചില ഏതൊരു ഹിസ്പാനിക് ആണ് ഇതുപോലെ തൊപ്പിയൊക്കെ ഒരാളെ കൊണ്ട് അയാൾ കേട്ടത് പറയുന്നു. ഇതിൻ്റെ ഒന്നും പിന്നെ യാതൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. കേരളത്തിൽ വെച്ചാണ് കേരളത്തെ പോലീസുകാരെങ്ങനെ കണ്ടുപിടിച്ചത്. എന്നാലും അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനെ കുറിച്ച് നടന്നായിട്ട് അറിഞ്ഞുകൂടാ. പത്രക്കാര് എന്നും മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നോക്കിയുള്ള കാര്യം. ഇതെല്ലാം പത്രക്കാർ പലരും ചെയ്യുന്നത് അവര് പൈസയുടെയും മറ്റു രീതിയിലോ ഇൻഫ്ലുവൻസിന് വഴങ്ങിയാണ് ഇവിടുത്തെ മീഡിയാസ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ സത്യസന്ധമായിട്ട് എഴുതുമായിരുന്നു. പത്രപ്രവർത്തകർ തന്നെ വളരെ സത്യസന്ധമായിട്ട് എഴുതുമായിരുന്നു, ആരെയും പേടിക്കാതെ, തല പോയാലും മാറാതെ. ഇന്നത്തെ പേപ്പറുകാർ 90% ആൾക്കാർ, 10% നല്ല ഉണ്ട്, ഇല്ല ഞാൻ പറയാൻ പറ്റത്തില്ല, അവര് 90% ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഈതർ വിത്ത് ഒഫീഷ്യൽസ് ഓഫ് റൂളിംഗ് പാർട്ടി ഓർ വിത്ത് മണി. ഇത് 2 ways they are influenced very well. അതിന് ഒരു വിളിപ്പില്ലാതെ അതിന്റെ പുറകെ നടന്ന് വീഡിയോ എടുത്ത് ഇത് ചെയ്യുന്ന ആൾക്കാരുന്നുണ്ട്. അല്ല സാർ, ഈ ഒരു സാറ് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. കുഴപ്പമില്ലെങ്കിൽ എന്റെ ഒപ്പീനിയൻ 90% അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞത് കേരളത്തില് 90% മാധ്യമ പ്രവർത്തകർ ആളുകള് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ കാശ് മേടിച്ചിട്ടൊക്കെ പണിയെടുക്കുന്ന ആളുകൾ എന്നുള്ളൊരു ധാരണ സാറിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഒരു തരത്തിലുമല്ല. മാധ്യമങ്ങളുടെ സ്ഥാപനങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് പരസ്യ വാർത്തകൾ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും മാധ്യമ പ്രവർത്തകരിൽ ഒരു നിങ്ങൾ പറയുന്ന 10% അല്ല, 80% ആളുകളും ജെന്യൂനാണ്. ഒരു 20% ഞങ്ങൾ ആ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ളൊരു അഭിപ്രായം ഞാനിതിൽ പങ്കുവെക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അവിടെ വന്നിട്ട് നമ്മളെ ഒരു പരിപാടി ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൽ വന്നിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്ന പാവങ്ങൾക്ക് വേണ്ടി പരിപാടി ചെയ്യുന്ന നമ്മൾ മീഡിയ വിളിച്ചാൽ തന്നെ നമ്മളെ കാശ് മുടക്കി കള്ളും മേടിച്ച് കൊടുത്ത് കഴിഞ്ഞെങ്കിലേ അവരത് വിടത്തുള്ളൂ വീഡിയോ മീഡിയകള്. എനിക്ക് അനുഭവമുണ്ടോ പറഞ്ഞു.
കോട്ടയത്ത് അല്ല, ഞാൻ പറഞ്ഞത് ശരി, ഓക്കെയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അല്ല, നിങ്ങൾക്ക് ഞാനത് ബ്രേക്ക് ചെയ്യാൻ അനുഭവപ്പെട്ട വന്നതായിരുന്നു സജീവ്. ഞാനത് ബ്രേക്ക് ചെയ്യാൻ വന്നതായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ അവിടുത്തെ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ജോബ് സെക്യൂരിറ്റിയാണ് മെയിൻ ഫോക്കസ്. അല്ലാതെ കാശ് അത് വേറെ വിഷയമാണ്. ഞാനിപ്പോ നേരത്തെ നിങ്ങൾ സംസാരിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1,00,000 രൂപയുടെ ഒരു പരസ്യം വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ വാർത്തയുടെ എത്തിക്സ് പിന്നെ വെക്കുക എന്ന് പറയുമ്പോഴത്തേനും അത് അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേനും അത് സ്ഥാപനത്തിലേക്ക് ആ പൈസ പോകുന്നത്, അല്ലാതെ മാധ്യമ പ്രവർത്തകന് വരുന്നില്ല. അത് അവിടെ അത് മെയിൻ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളാണ് പറഞ്ഞത്. അതെ സ്ഥാപനത്തിന്റെ താല്പര്യം താല്പര്യങ്ങളാണ്, മാധ്യമ പ്രവർത്തകരല്ല പ്രവർത്തനത്തിനല്ല കാശ് വരുന്നത്. മേടിക്കുന്നത്. അത് രണ്ട് വേ ഓഫ് തിങ്കിങ് ആണ്. അത് നമുക്ക് ആ ചർച്ച നമുക്ക് ഇനിയൊരു ദിവസത്തേക്ക് ആ ചർച്ച വെക്കാം. എന്തായാലും സോറി, ഞാനത് ഇടപെട്ടതിൽ സോറി. അതൊരു അഭിപ്രായമായിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ മതി. അതെ. ഞാൻ കോളേജ് പഠിക്കും മുതലേ ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു. ടിക്കറ്റ് ചെയ്ത് സ്റ്റുഡൻസ് ബസ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. സത്യം ധൈര്യത്തോടെ പറയുന്നതിന് എനിക്ക് ഒരു മടിയുള്ള ആളല്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതൊക്കെ മാറ്റാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള സത്യസന്ധരായ പ്രവർത്തകർ ചെയ്യണമെന്ന് മാത്രം ഒരു അഭ്യർത്ഥന എനിക്കുള്ളൂ. It's a good one and wish you all the best, PC. Thank you all. IAP great job here. പ്രത്യേകിച്ച് ജോയി ചാൻ ഉണ്ട്, പിന്നെ ജോജി മാശങ്കർ. She came and done a very good speech in my campaign actually. Thank you for all. Okay, വളരെ സന്തോഷം. മീനെ ഉത്തരവാദോടെ കാണാൻ ഇടയായി. Thank you so much. Thank you. Okay, thank you. We moving to our second topic, the impact of social media on journalism, pros and cons. Social media as a tool of journalism. ഇതിന് പറ്റിയ ആളെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അജി ഷത്തോളിയാണെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ പത്രപ്രവർത്തനത്തെ ആകെ മാറ്റിമറിച്ചെന്നുള്ളതിന് ഒരു മാറ്റ് കരുത്തുമില്ല. ഇൻസ്റ്റന്റ് ന്യൂസ്, ഡയറക്റ്റ് ഓഡിയൻസ് എൻഗേജ്മെന്റ്, ഇതിനെല്ലാം ഇത് അവസരമൊരുക്കി. അജി ഷത്തോളി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഉപയോഗപ്പെടുത്തുന്നതിലും സോഷ്യൽ മീഡിയ എങ്ങനെയാണ് മാറ്റം വരുത്തിയതെന്നാണ് താങ്കളുടെ അഭിപ്രായം? എല്ലാവർക്കും നമസ്കാരം. എന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. രാഘവ് സാറൊക്കെ നേരത്തെ പരിചയമുള്ളതാണ്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? ഓക്കെ. പിന്നെ എബിയേട്ടൻ, സജീവേട്ടനൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ശരിക്കും പ്രാക്ടിക്കലായിട്ട് ഞാൻ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട്. ഈ നമ്മുടെ ചാനലുകളെ പ്രത്യേകിച്ച് ഏറ്റവും അധികം നേരിടുന്നത് ഇതിപ്പോൾ നിലവിൽ റിപ്പോർട്ടിംഗ് അല്ല, അതിനേക്കാൾ ഉപരി ആ വാർത്തകളെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു വലിയൊരു വിഷയത്തിലാണ് ഞാനടക്കമുള്ള ചാനലുകൾ. വാർത്തകൾ റിപ്പോർട്ടിംഗ് നമുക്ക് രാവിലെ പത്രങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഞങ്ങൾ നേരിടുന്നത് ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ആ വാർത്തകളെ എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ആങ്കറിങ് റിപ്പോർട്ടിംഗ് എന്ന രീതിയിലേക്ക് ഒരു പ്രോഗ്രാം പോലെയാണ് ഇപ്പോൾ വാർത്തകളെല്ലാം തന്നെ ഒരു എന്റർടൈൻമെന്റും അതല്ലെങ്കിൽ അതിനെ എങ്ങനെ ആളുകളെ സ്വീകരിപ്പിക്കണം. ഇപ്പോൾ മരണമായാലും ആഘോഷമായാലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു വോയിസ് ടോണൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നെങ്കിലും അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു മത്സര ഓട്ടത്തിലാണ് മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് ചാനലുകൾ, ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി. അതിനിടയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വലിയൊരു ഇമ്പാക്റ്റ്. അതിനിപ്പോൾ നമുക്കൊന്നും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല, പക്ഷെ അതിന് പകരം അതിജീവിക്കാനേ പറ്റൂ, ഓവർകം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഇൻസിഡൻസുകൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പം ഇന്നത്തെക്കാൾ അത്ര അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ആ സ്ഥാപനത്തിന്റെ വാർത്ത എടുക്കാനല്ല, അവിടുത്തെ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിരിക്കും. പക്ഷെ ഞാനടക്കമുള്ള ചാനലുകളുടെ ഒരു റെസ്പോൺസിബിലിറ്റി തരുന്നത് മാർക്കറ്റിംഗ് വാർത്ത എത്തുക എന്നുള്ളതാണ്. അതൊരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ്. മഞ്ജു വാര്യരാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയുടെ നമ്മൾ നേരിടുന്ന ഒരു ചെറിയൊരു എലമെന്റ് ആണെന്ന് പറയാൻ പോകുന്നു. പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അതുപോലെ തന്നെ സജീവനൊക്കെ സംബന്ധിച്ച് നാളെ നേരം വെളുത്ത ആ വാർത്ത കൊടുക്കുക, പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാനലുകൾ, ഒരു സംഘം ചാനലുകളുണ്ട്. അതിനോടൊപ്പം തന്നെ വ്ളോഗേഴ്സ്, യൂട്യൂബേഴ്സ്, പിന്നെ ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റീസ് അവിടെ നിൽക്കുന്നു. അപ്പൊ ആ വാർത്തകൾ പ്രസന്റ് ചെയ്യണം, വാർത്ത കൊടുക്കണം എന്നുള്ളതിനുപരി നമുക്കത് എങ്ങനെയാവും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല. നമ്മളെ മാനേജ്മെന്റ് പറയും മാർക്കറ്റിംഗ് ആണ്, നമുക്ക് പരസ്യമുള്ളതാണ്, വാർത്ത കൊടുക്കണം, പോകണം എന്ന് പറയും. അപ്പൊ നമ്മളവിടെ പോയപ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ ചാനലുകാരുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ലൈവായിട്ട് ഇടുന്നുണ്ട്. അപ്പൊ
അപ്പൊ അതൊന്ന് ഈ വാർത്തകൾക്കൊന്നും ആ വാർത്ത കൊടുക്കുന്നതിനുപരി അവിടെ എന്ത് കൗതുകം എന്നുള്ളതും ഞാനും വീക്ഷിക്കുകയാണ്. അപ്പൊ അതോടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ മഞ്ജു വാര്യരുടെ ഒരു ആരാധികയാണെന്ന് ആയിരിക്കാം, ഒരു പ്രായമുള്ള ഒരു അമ്മ വന്ന് നേരെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അപ്പൊ അത് എല്ലാവരും അത് മൊബൈലിൽ എടുക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ എടുക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്നൊന്നും പറയുന്നില്ല. അതിങ്ങനെ കാണിച്ചു കൊടുക്കുക. ഞാനും നോക്കി കുറെ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കൗതുകത്തിൽ തോന്നി ഈ അമ്മ ആരായിരിക്കാം എന്നുള്ളൊരു കൗതുകത്തിന് ഞാനത് പോയി വേറെ അന്വേഷിച്ച് പിടിച്ച് ആ വാർത്ത ഞാൻ 1 മണിയാകുമ്പോഴേക്കും വാർത്ത കൊടുത്തപ്പോൾ അതിന് പിന്നാലെ മറ്റു ചാനലുകളൊക്കെ ഈ വാർത്ത കാണുകയും അത് കൊടുക്കുകയും ചെയ്തു. അതൊരു റേഡിയോ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ അമ്മ പിന്നെ അവരുടെ ഏറ്റവും ആദ്യം സല്ലാപം സിനിമ കണ്ടത് മുതൽ തുടങ്ങിയതാണ് അവരോടുള്ള ആരാധന. അവരെ കാണാൻ വേണ്ടി കുറേ വർഷങ്ങളായി കാത്തിരിക്കുന്നു. ആ അമ്മയെ തേടി പിന്നീട് പത്രങ്ങളൊക്കെ വലിയ വാർത്തയായി. എന്നാൽ ഇവിടെ ഉണ്ടാവുന്ന നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ അന്വേഷിക്കാനോ ഇതൊന്നും തന്നെ നോക്കാനോ ഒന്നുമല്ല അവിടെയുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ആളുകൾക്ക് ഉണ്ടാകുന്നത്. അവിടെ കണ്ട കാഴ്ചകൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ അത് വാർത്തകൾക്ക് അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു ഉദാഹരണം പറയും. ഇതുപോലെ ഒട്ടേറെ അവസ്ഥകൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതിന് പകരം നമ്മൾ അതിനെ അതിജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ സോഷ്യൽ മീഡിയയുടെ അതിന്റെ സ്വാധീനത്തിൽ ചാനലുകൾ എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് പറയാനുള്ളത്. അതിൽ ഒരു കാര്യം കൂടി, ഇപ്പോ എനിക്കറിയാം നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലറി ഭൂമി ചെമ്മണ്ണൂര് വരുമ്പോഴൊക്കെ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ നമ്മളെ ചാനലുകൾക്ക് വലിയ പ്രാധാന്യമായിരുന്നു. അദ്ദേഹം നമ്മളെ കാത്തിരിക്കും, നമ്മൾ വായിച്ചു തരാൻ കാത്തിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ആയി അവിടെ അങ്ങ് ആഘോഷമാണ്. അപ്പൊ നമുക്കൊരു ബൈറ്റ് എടുക്കാൻ പോലും പറ്റും. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഈ കുംഭമേളയിൽ ഒരു താരം വന്ന് ഞങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ടൊരു അവരെന്താ പറയുന്നോ ഈ ബോബി പറയുന്നത് കിട്ടിയിട്ടില്ല. സജീവൻ അറിയണ്ടാവും അല്ലെ? മൊണാലിസ, അതെ, കുംഭമേളയിലെ മൊണാലിസ തന്നെ. അപ്പൊ മൊണാലിസയെ അവതരിപ്പിക്കണല്ലോ. അത് നമുക്ക് നമ്മളിൽ നിർവഹിക്കപ്പെട്ട ഒരു സംഭവമാണ്. ചാനലുകൾക്കൊക്കെ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതും വിഷയം തന്നെ. പക്ഷേ നമുക്ക് പോലും ഈ പരസ്യം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന ഞങ്ങൾക്ക് പോലും അവിടെ ഒരു സ്പേസ് കിട്ടുന്നില്ല. അത്രമാത്രം അവരെയാണ് അവർക്ക് പ്രയോറിറ്റി ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിന് പെട്ടെന്ന് ഇടപെടുകയും പ്രത്യേകമായിട്ട് ചാനലുകൾ മാത്രം മുകളിൽ ഞങ്ങൾക്ക് ഒരു പ്രസ് മീറ്റ് പോലെ ആക്കുകയൊക്കെ ചെയ്തു. അതിൽ നമ്മള് ആരൊക്കെ ഉണ്ടായിരുന്നു, ഞാനെന്തായാലും അവിടെ ഉണ്ടായിരുന്നു. അപ്പം മേലെ പോയി അദ്ദേഹത്തിന്റെ പ്രത്യേകം പ്രസ് മീറ്റ് നടത്തുകയും ചെയ്തിട്ടാണ് അദ്ദേഹം അതിജീവിച്ചത്. അപ്പൊ ഇവിടെയും ഈ പറഞ്ഞ ഓവർകം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയനെ. അദ്ദേഹത്തിന് ഇപ്പം പിണക്കാൻ പറ്റില്ല, കാരണം സ്പോട്ടിൽ വരികയാണ്. അതിന് നോക്കാം എത്ര 1 മില്യൺ 2 മില്യൺ എന്നൊക്കെ കാണണം. അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളെ ചാനലുകളെ അദ്ദേഹത്തിന് പിണക്കാൻ പറ്റില്ല, പരമ്പരാഗത രീതിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയമാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അത്രമാത്രം സ്വാധീനമുണ്ട്. അതിനെ അതിജീവിക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. That's a serious concern, Ajeesh Atholi. So ഇപ്പൊ ഇതില് വന്ന് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സോഷ്യൽ മീഡിയയുടെ കടന്നു വരവ് പത്ര സ്വാതന്ത്ര്യത്തെ വന്നിട്ട് സഹായിച്ചിട്ടുണ്ടോ അതോ ദ്രോഹിച്ചോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, ഇത് ഒരു ദ്രോഹമായിട്ടൊന്നും എന്നെ സമയത്ത് തോന്നിയിട്ടില്ല. എ പാർട്ട് ഓഫ് ജോബ്, നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോലിയുമായിട്ട് അവരവരുടെ പണി ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. ഇപ്പൊ മൊബൈലുള്ളവരൊക്കെ എന്താണ് ഇപ്പം പത്രപ്രവർത്തകരാണ്. അതിനെ എങ്ങനെയാണ് അതിനെയും നമ്മളിപ്പോ അതിജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. പത്ര സ്വാതന്ത്ര്യം ഉണ്ട് എന്നെങ്കിൽ അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിനെ എങ്ങനെ കടിഞ്ഞാനിടാൻ പറ്റും എന്നുള്ളത് രാധാ സാറിനൊക്കെ ഒരുപക്ഷെ അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഇവരൊക്കെ നിയന്ത്രിക്കുക? അതിനെപ്പറ്റിയൊക്കെ കേന്ദ്ര സർക്കാർ വരെ അതിനൊരു നിയമം കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം അതിന് പ്രായോഗികമാകും എന്നറിയില്ല. അതിന് ഒരുപക്ഷെ നമ്മൾ പലതും നിയന്ത്രിക്കപ്പെടുന്നത്, നമ്മൾ മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് പറയും. നമ്മൾ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാലും നമുക്ക് അത്രമാത്രം ആ രീതിയിലുള്ള സ്വാതന്ത്ര്യമല്ലല്ലോ, നിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഇവർക്കും ഇതുപോലെ അതെ, സോഷ്യൽ മീഡിയക്കും ഒരു നിയന്ത്രിത സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെൻസർഷിപ്പ്, സിനിമ കാണുമ്പോൾ നിയന്ത്രണം എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്കും അത് വേണം. എങ്കിൽ നമുക്കതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവരൊന്നും ഭീഷണിയൊന്നുമല്ല, ഇവരെ പണി, നമ്മളെ പണി. അതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. പക്ഷെ സോഷ്യൽ മീഡിയ വന്നത് കാരണം ഇപ്പൊ ഇൻസ്റ്റന്റ് ന്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു
റീച്ച് കൂടുന്നുണ്ട്, പെട്ടെന്ന് എല്ലാവരിലും എത്തിച്ചേരുന്നുണ്ട് കാര്യങ്ങള്. അപ്പൊ അത് വന്നിട്ട് പത്രക്കാർക്ക് അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് കുറെ കൂടെ കാര്യങ്ങളെ കുറെ കൂടെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കുറെ കൂടെ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കാനോ ഒക്കെ ഉള്ള ഒരു ഇത് വന്നെത്തിയിട്ടില്ലേ? അതിനെക്കുറിച്ച് എന്താ? നമ്മൾ കുറച്ചുകൂടി അലേർട്ടാണ്. അത് റീച്ച് കൂടുക എന്നേ അവർക്കുള്ളൂ. അവര് സത്യസന്ധമാണോ? ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നാൽ പോലും അത് ആദ്യം മൊബൈലിൽ വാട്സപ്പിലൊക്കെ ചടപറ വരും. അത് പക്ഷേ നമ്മളാണത് അത് എന്താണ് എത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിക്കാൻ ഒരു പക്ഷെ അവർ ആ വിഷ്വലൊക്കെ എടുത്തു തരും. എത്രത്തോളം മരണം ഉണ്ടായി, ഇങ്ങനെ അപകടം ഉണ്ടായി എന്നൊക്കെ അവർ അവിടെ ഒരു ആംഗിൾ അവിടെ വെച്ച് അവർ ഒരു പക്ഷേ മാധ്യമപ്രവർത്തനം പഠിക്കാത്തവരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളായിരിക്കും ഉണ്ടാവുക. അവരുടെ അവിടുത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കതിനെ ആ ഒരു ഏരിയയിൽ എത്രത്തോളം സ്ഥിരം അപകട മേഖലയാണോ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് അപകടം ഉണ്ടായത്, അല്ല എത്ര മാത്രം അവിടെ സീരിയസ് ഉണ്ടായി, എത്ര മരിച്ചു, ആ മരണത്തിന്റെ റിപ്പോർട്ട്, അതിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ അന്വേഷിക്കാനൊക്കെ നമ്മൾ മെനക്കെടുന്നുണ്ടെങ്കിലും അവരതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം ചാനലുകളായാലും മാധ്യമ പത്രപ്രവർത്തകർക്കും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യും. അല്ലാണ്ട് ഇവര് ഉള്ളത് കൊണ്ട് ഇവർക്ക് റീച്ച് കൂട്ടുക എന്നുള്ള ഒരു ഇതുള്ളൂ. നമുക്ക് ആ റീച്ച് അല്ല പ്രാധാന്യം, നമുക്ക് ആ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സമൂഹത്തിന് ഇപ്പൊ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയയെക്കാളും കൂടുതലും പത്രങ്ങൾക്കുള്ള ഒരു വിശ്വാസ്യത അത് കൂടുതലാണെന്ന് തോന്നുന്നു. ഇന്നും അത് നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താ അത്തോളിയുടെ അഭിപ്രായം? അതെ, പത്രങ്ങളുടെ വിശ്വാസ്യത ഒന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പം എന്തായാലും പത്രങ്ങളിൽ വന്ന വാർത്ത, പത്രങ്ങൾ പല രീതിയിലും അത് അവരുടെ പൊളിറ്റിക്സ് എന്ന രീതിയിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങളിൽ അത് വ്യത്യസ്തമായ രീതിയിൽ അത് അവർ പറയുമ്പോൾ ദേശാഭിമാനി പോലെ ആയിരിക്കില്ല മാതൃഭൂമി കൊടുക്കുക, മാതൃഭൂമി പോലെ കേരള കൗമുദി കൊടുക്കുക, ഇവരൊന്നും പോലെയല്ല മനോരമ കൊടുക്കുക. അത് ആ ആംഗിളിൽ തന്നെ നമ്മളത് വായിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ വസ്തുതാപരമായ കാര്യങ്ങൾ വാർത്തകൾ കൊടുക്കുന്നതിൽ വിശ്വാസത ഉണ്ട്. അതുകൊണ്ടാണല്ലോ പത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ വായനക്കാർ കുറയുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ അവിടെ ഇപ്പോ വായനക്കാർ കുറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം പത്രങ്ങൾ ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. പക്ഷെ അവരൊക്കെ അത് ഞാൻ നേരത്തെ അതിജീവനം അവിടെയും പറയുന്ന വെച്ചാൽ ഇപ്പൊ ഡിജിറ്റൽ എല്ലാ പത്രങ്ങളും ഡിജിറ്റൽ കോപ്പികൾ വരുന്നുണ്ട്. ഇപ്പൊ ഒരു വാർത്ത വന്നാൽ തന്നെ അത് അപ്പം തന്നെ നമുക്ക് ഓൺലൈനിൽ വരുന്നുണ്ട്. അത് പത്രങ്ങൾ പ്രമുഖ പത്രങ്ങളും പ്രമുഖ ചാനലുകളൊക്കെ തന്നെ ഓൺലൈൻ ഡിജിറ്റൽ പത്രങ്ങൾ ഡിജിറ്റലായിട്ടുള്ള വാർത്തകൾ ലോഗോ വെച്ച് തന്നെ വരുന്നുണ്ട്. അതിൽ വ്യാജമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മള് പിന്നെ നമ്മുടെ വായനക്കാരും പ്രേക്ഷകരെല്ലാം അതിനെ സൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വസ്തുത. അപ്പോ പക്ഷെ മാധ്യമങ്ങൾ നേരിടുന്ന കുറെ പ്രയാസങ്ങൾ വേറെ ഉണ്ട്. ഒരു വാർത്തകൾ കിട്ടുമ്പോ അത് കൊടുക്കുന്നതിലുണ്ടാവുന്ന പ്രയാസങ്ങൾ, ഇപ്പൊ ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാർത്തയിൽ ഇപ്പോ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ മറ്റ് സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോ എം എസ് സൊല്യൂഷൻ അല്ലാതെ മറ്റേ അന്വേഷണം ഉണ്ട് എന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ അന്വേഷിക്കണം എന്ന് ക്രൈംബ്രാഞ്ച്, എന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് കൊടുക്കാനുള്ള അവസ്ഥ ആരും കണ്ടിട്ടില്ല. പക്ഷെ 1-2 പേരൊക്കെ കൊടുത്തു എന്നാണ് ഞാനിപ്പോ ഇന്നിപ്പോ രാത്രി അറിഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള പക്ഷെ ഇത് സോഷ്യൽ മീഡിയന്റെ കൈ കിട്ടിയാൽ അവരതങ്ങ് കൊടുക്കും. അത് അങ്ങനെ ഒരു വശമുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോവുകയാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു ചോദ്യം ഡോക്ടർ എബി പി ജോയോട് ചോദിക്കാനുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നിട്ട് മറ്റേതൊരു മാധ്യമ പ്രവർത്തനത്തിനും വെല്ലുവിളികൾ പോലെ തന്നെ വെല്ലുവിളി മാധ്യമ പ്രവർത്തനത്തിനും ഉയർത്തുന്നുണ്ട്, പ്രത്യേകിച്ചും തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നതില്. അപ്പൊ അതിൽ വന്ന് ഡിജിറ്റൽ യുഗത്തില് മാധ്യമ പ്രവർത്തകർക്ക് ഒരു വിശ്വാസം ഉറപ്പാക്കാൻ കഴിയുന്ന ചില വഴികൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് ഡോക്ടർ എബി ജോയ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഡോക്ടർ എബി ജോയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെ വഴികളാണ് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ യുഗത്തില് മാധ്യമ പ്രവർത്തകരുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെ ജനം മുഴുവനായും വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് സത്യമാണോ വസ്തുനിഷ്ഠമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് ആളുകൾ പ്രിന്റ് മീഡിയയെ തന്നെ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട്, ഇക്കാലത്തും ആശ്രയിക്കുന്നുണ്ട്. ഈ ഒരു ശക്തി, ഈ വിശ്വാസ്യതയുടെ ഈ ഒരു ശക്തി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന, തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വായിച്ചു വരുന്ന പത്രങ്ങളിലും ആ ഒരു ബ്രാൻഡിൽ തന്നെ ഒരു വിശ്വാസം ജനം അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ചില
ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാധ്യമപ്രവർത്തകരെ നേരിട്ട് ബാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടും. നമുക്ക് നമ്മുടെ ഒരു നിലപാടിൽ, നമ്മുടെ സ്ഥാപനത്തിൻ്റെയോ നമ്മുടെയോ ഒരു നിലപാടിൽ ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ടതായ ഒരു അംശം ഉണ്ടെങ്കിൽ അത് ഒരു കടന്നൽ കൂട്ടം ആക്രമിക്കും പോലെ വളഞ്ഞിട്ട് ആ മാധ്യമ പ്രവർത്തകനെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു വരെ ആക്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില ദോഷങ്ങൾ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ കൊണ്ട് വളരെ ചില മെച്ചങ്ങളും ഉണ്ട്. സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടാത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്. പിന്നീട് അത് വൈറലായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ ഒരു ആ വാർത്തയുടെ, ആ സംഭവത്തിന്റെ പല തലങ്ങൾ, അതിന്റെ ഇമ്പാക്റ്റ്, അത് പിന്നീട് വരുത്തിയേക്കാവുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് അവസരമുണ്ടാവും. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്, സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടായ ഒരു മെച്ചമാണ്. ഒരു ന്യൂസ് ഫ്ലോയുടെ വേഗം ഇവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. അവിടെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരുമില്ല, അല്ലെങ്കിൽ അവർക്ക് പരസ്യ താല്പര്യങ്ങളോ അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ന്യൂസ് ബ്രേക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും ഒരു കാര്യം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ, സമൂഹ മനസാക്ഷിയെ ഉണർത്താൻ, നല്ലതിനും ചീത്തയുമായിട്ടും അത് ആ വഴിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് കഴിയും. ഈ ഫേക്ക് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോഴും ജനങ്ങൾ ആശ്രയിക്കുന്നത് കൺവെൻഷണൽ മാധ്യമങ്ങളെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാക്ട് ചെക്കിന് വേണ്ടിയിട്ട് തന്നെ ഡിവിഷൻ പല പത്രങ്ങൾക്കും ഉണ്ട്. അവര് ഫേക്ക് ന്യൂസ് ഏതാണ്, റിയൽ ന്യൂസ് ഏതാണ്, സത്യം ഏതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പല കോളങ്ങളും പത്രങ്ങളിലും ഒക്കെ ആരംഭിക്കുന്നുണ്ട്. പരക്കെ വിശ്വസിക്കപ്പെടുന്ന, ശരിയാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന പല കള്ളങ്ങളും ഇങ്ങനെ പൊളിച്ചെഴുതപ്പെടുന്നുണ്ട്. അത് കള്ളമാണ് എന്നുള്ള ഒരു ഇതുകൊണ്ട്. പിന്നെ ഇതുകൊണ്ടുണ്ടായ പൊതുസമൂഹത്തിനുണ്ടായ മറ്റൊരു മെച്ചം, ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു മറ്റൊരു പ്രയോജനം, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഏതെങ്കിലും എത്ര പ്രബലമായ മാധ്യമ സ്ഥാപനമോ എത്ര വലിയ മാധ്യമ പ്രവർത്തകനോ വിചാരിച്ചാലും ഒരു വാർത്തയും മൂടി വെക്കാനോ തമസ്കരിക്കാനോ വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കാനോ കഴിയില്ല. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എയർ ചെയ്ത ഒരു വാർത്ത തന്നെ പെട്ടെന്ന് ചാനലുകളിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ 24 മണിക്കൂറിന്റെ ഒരു സമയം ഉള്ളത് കൊണ്ട് പത്രങ്ങളിൽ പലപ്പോഴും വെളിച്ചം കാണാതെ പല കാര്യങ്ങളും പോകുമായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇതൊരു സത്യാനന്തര യുഗമാണ്. സത്യത്തിനേക്കാൾ വേഗം, എങ്ങനെ ഒരു ചൊല്ല് പറയാറുണ്ട്, സത്യം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ചെരുപ്പണിയുമ്പോഴേക്കും നുണ ലോകം 3 വട്ടം ചുറ്റി കഴിഞ്ഞിരിക്കുന്നു. ഈ സത്യാനന്തര യുഗത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു വിരലിൽ എണ്ണാവുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ 3 or 4 സ്ഥാപനങ്ങൾ മാത്രമാണ് ടെലിവിഷൻ ചാനലിലായാലും പ്രിന്റിലായാലും ഒക്കെ ലാഭകരമായി മുന്നോട്ട് പോകുന്നുള്ളൂ. നിലനിൽപ്പിന് തന്നെ ബാക്കിയുള്ളവർ പ്രയാസപ്പെടുകയാണ്. മാധ്യമ പ്രവർത്തകരും അതിനനുസരിച്ച് വിഷമിക്കുന്നുണ്ട്. സ്ഥാപനത്തിന് വരുമാനം ഉണ്ടെങ്കിലാണെങ്കിൽ മാത്രമാണല്ലോ അവർക്കുടെ പരസ്യ വരുമാനമൊക്കെ അനുസരിച്ചാണല്ലോ മാധ്യമ പ്രവർത്തകർക്ക് സാലറി കിട്ടുന്നത്. അപ്പോ പല സ്ഥാപനങ്ങളിലും മാധ്യമ പ്രവർത്തകരും ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയെ പൂർണ്ണമായി നമ്മൾ കുറ്റപ്പെടുത്താനും കഴിയില്ല. ഒരു നല്ലതിനെ സ്വീകരിക്കുക, അതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. Thank you. It was like really a good, insightful thoughts. Now let's take some questions. We only have like a 5 minutes. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം പാനലിസ്റ്റുകളോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. എനിക്കുണ്ട് പരീക്ഷ, ധരിക്കാമോ? ചോദിക്കാം ജോസഫേട്ടാ, ചോദിക്കാം. ഞാൻ എന്നെ ഒന്ന് പറയുക. എന്റെ പേര് ജോസ്. ഞാൻ ഈ പത്രപ്രവർത്തനമൊന്നുമല്ല, ഒരു താല്പര്യത്തിന്റെ പേരിൽ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് പോലെ പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ പ്രവർത്തകർ നാട്ടിൻപുറത്തെ പ്രധാന ആവശ്യങ്ങളൊക്കെ ഈ പേപ്പർ കൊടുക്കാൻ വേണ്ടി A4 പേപ്പറിൽ ഇന്ത്യൻ ഇങ്ക് വെച്ച് എഴുതി കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട് സ്കൂളിൽ. അതിന്റെ ഒരു തുടർച്ചെന്ന് പോലെ ഇപ്പോഴും ഞാൻ ഈ നാട്ടിലെ വാർത്ത, ഞങ്ങളുടെ പ്രദേശത്തെ വാർത്ത, ഞാൻ ഇപ്പൊ എബി സാറ് ഉണ്ട്, അജിത്ത് ഉണ്ട്, രാധാകൃഷ്ണ സാറുണ്ട്, പിന്നെ സച്ചിവ്, ഇവരെല്ലാം പത്രപ്രവർത്തകരാണ്. മീഡിയയിലുണ്ട്, പ്രിന്റഡ് മീഡിയയിലുണ്ട്. പ്രിന്റഡ് മീഡിയയുടെ കാര്യം ഇപ്പൊ എബി സാറിനോടൊക്കെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പ്രിന്റഡ് മീഡിയയിലെ ന്യൂസ് പേപ്പറുകൾ വരുത്തുന്ന യഥാർത്ഥത്തിൽ തമ്പോല കളിക്കാനും ആ ചരമക്കോളം നോക്കാനും വേണ്ടി മാത്രമാണെന്നുള്ള ഒരു സത്യമാണ്. അത് നിങ്ങൾ നിഷേധിക്കാതും ഇല്ലെങ്കിലും പ്രായമുള്ള ഒരു 60 വയസ്സിന് മേലുള്ള ഒരു 50 പത്രം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല്
പരമക്കോളമാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. എങ്ങനെ നിന്നായിരുന്നു അതിന്റെ ഹെഡിങ് മുതൽ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് വരെ വായിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ഇപ്പൊ പല പല കാര്യങ്ങളുണ്ട്. ഞാൻ 80കളിൽ ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൂരമായിരുന്നുകൊണ്ട് രാവിലെ കരിഞ്ചയുടെ ഒരു ബ്ലിറ്റ്സ് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വായിച്ചു തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബോംബെ എന്ന് പറയുന്ന സിറ്റിയുടെ ഏകദേശം ഒരു രൂപം അവിടെ അങ്ങനാണോ നടക്കുന്നത്? ഇന്നലത്തെ തന്നെ എബി സാറിനറിയാം, അദ്ദേഹം പ്രിന്റഡ് മീഡിയയിലാണ്, മറ്റേ അവരുടെ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക്കിലെ സംഭവം എങ്ങനെയായിരുന്നു, അത് ഇന്നെങ്ങനെയാണ് മാധ്യമങ്ങൾ ശരിയായ മാധ്യമ പ്രവർത്തകര്, മാധ്യമങ്ങളും അത് മാധ്യമ മേല അധികാരികളും കോർപ്പറേറ്റ് രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ചിന്തകള്, അവരുടേതായ കാര്യങ്ങൾ മാത്രം പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇന്നത്തെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഇന്ന് രാവിലെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ 24 ശ്രീകണ്ഠൻ നായർ സംഭാഷണങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എടുത്തായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെ പറ്റിയൊക്കെ ഒരു മാനേജ്മെന്റ് മേധാവി എന്നുള്ളതിൽ അദ്ദേഹം എന്തെങ്ങനെ ലീക്കായി അത് പുറത്തു വന്ന് ഞാൻ രാവിലെ അത് കേട്ടു. എന്തായാലും എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയാണെന്ന് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയ ഒരു സെക്ഷൻ ആയിരുന്നു. ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും, രാധാകൃഷ്ണൻ സാറ്, പിന്നെ അജിത്ത്, എബി സാറ്, സച്ചിവൻ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഡാലസ് ചാപ്റ്ററിലല്ല, IAPCയിലെ വേറൊരു ചാപ്റ്ററിലെ അംഗമാണെന്ന് ഈ സമയത്തില് താങ്ക് യു. താങ്ക് യു ജോസഫ് സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നമുക്കൊരു 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് ഇല്ല, നമുക്ക് ബാക്കി ഒരു സെഷൻ കൂടെ ഉണ്ട്. ഞാൻ ജോയ് പല്ലാട്ട് മാഡം. ഹായ് ജോയ് സാർ, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഡാളസിൽ നിന്നാണ്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. എൻ്റെ ചില നിരീക്ഷണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നതനുസരിച്ച് അമിത സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഒരു വശത്ത്, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന മെയിൻ സ്ട്രീം മീഡിയ പേഴ്സണൽസ് വേറൊരു വശത്ത്. ഇവിടെ പറഞ്ഞതുപോലെ ഈ 80% പത്രപ്രവർത്തകരും ജെനുവിൻ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അത്രയും പേർ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താലും ഞങ്ങളിൽ കുറെ പേർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അത് ഇഷ്ടപ്പെടുന്നു, കുറെ പേര് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ പൊതുസമൂഹം കൂടുതൽ വിജിലന്റ് ആകുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു വഴി കാണുന്നുള്ളൂ. ഈ ഇപ്പോൾ നിലവിലുള്ള എത്തിക്സിലൂടെ ഊളിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഇപ്പോൾ സാധാരണക്കാർക്കായിട്ടുള്ള ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഈ മിസ്റ്റർ ജോസഫ് ജോൺ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അവിടുത്തെ എവിടെ എറണാകുളത്ത് കളമശ്ശേരി നടന്ന സംഭവം പോലും ആദ്യത്തെ റിപ്പോർട്ടിങ്ങും പിന്നെ ഉടനെ വരുന്ന അടുത്ത റിപ്പോർട്ടിങ്, പിന്നെ ഇന്നത്തെ റിപ്പോർട്ടിങ്, എന്തൊരു ഡിഫറൻറ്റ് ശൈലിയിലാണ് നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഈ മെയിൻ സ്ട്രീം മീഡിയയുടെ ഓണർമാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. എന്നിട്ട് നിങ്ങളുടെ 80% വരുന്ന നല്ലൊരു ശതമാനം ഒരുമിച്ച് കൂടിയ ഒരു പ്രസ്ഥാനം എവിടെയെങ്കിലും ഉണ്ടാക്കുക. എന്നിട്ട് ശരിയായ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാനായിട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ തിരക്കേടില്ല എന്ന് എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട്. എനിവേ, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലൂറലിസത്തിന് ഇടയിലൂടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക, വളരെ വിജിലൻ്റ് ആവുക. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന 70% ന്യൂസും ഫേക്ക് ആണെന്ന് തോന്നും.
അതിനിടയിൽ ചില ശരികൾ ഉണ്ടാകും, അത്രേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഇതിനകത്ത് നിരാശയുണ്ട്. എന്നാൽ ഈ 80% പത്രപ്രവർത്തകരും ജെനുവിൻ ആണ് എന്ന് കേൾക്കുന്നതിൽ ചില ആശകളും ഉണ്ട്. ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ജോയ് സാർ. താങ്ക് യു സാറിന്റെ നിരീക്ഷണത്തിന് വളരെ നന്ദി. ഈ സമയത്ത് എല്ലാ ജെന്യുവിനായ പത്രക്കാരെ എല്ലാരെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങണമെന്ന് പറഞ്ഞതിന് തന്നെ സാറ് മുന്നേ ഇട്ടൊള്ളാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. എന്നാല് നമുക്ക് അങ്ങനെ സ്ഥാപനമൊന്നും വേണമെന്നില്ല. ഇപ്പൊ തന്നെ മാധ്യമപ്രവർത്തകർ ഈ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അവര് തന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഈ ശരിയായിട്ടുള്ള വാർത്തകൾ കൈമാറുന്നുണ്ട്. അതിന് നമുക്ക് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഇതൊക്കെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ സ്ഥാപനങ്ങളുടെ അവരുടെ സ്വാധീനം ഉണ്ടാവും. അതിനേക്കാളൊക്കെ നമുക്ക് നല്ലത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരുത്തരും വർക്ക് ചെയ്യാന്നുള്ള. ഇപ്പൊ എന്താ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം സിറ്റിസൺ ജേർണലിസ്റ്റുകളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഭിപ്രായം പറയാം. അവിടുന്ന് ഈ അരിച്ചെടുത്തിട്ട് നല്ലത് ചീത്തയും വേർതിരിച്ചെടുത്ത് മറ്റു മാധ്യമങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ലെഗസി മാധ്യമങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷണൽ മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റും. അത് നമുക്ക് സ്ഥാപനമൊന്നും വേണമെന്നില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ NDTV അല്ലെങ്കിൽ BBC അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുടെയും റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അവർ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത വിവരങ്ങൾ ഞങ്ങളുടെ ബ്ലോഗിലുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യുന്നുണ്ട്. അതിനെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിപ്പോ തന്നെ നടക്കുന്നുണ്ട്. അല്ല, ഒറ്റ വാക്ക്, അദ്ദേഹം ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞിട്ടതാണെന്നുള്ളത് കൊണ്ട് സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനത്തിന്റെ ഒരു വഴിയായിരുന്നു. ഇന്നതൊരു തൊഴിൽ മേഖലയായി മാറി. തൊഴിലുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചാൽ അത് വേറെ കാര്യം. ആർക്കൊക്കെ തൊഴിലുണ്ട്, ആർക്കൊക്കെ കൂലി കിട്ടത്തുള്ളത് വേറൊരു കഥ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് രാധാകൃഷ്ണൻ സാർ പറഞ്ഞ പോലത്തെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ വന്നതോടു കൂടിയാണ് ഈ മാധ്യമങ്ങളും ജനങ്ങളൊക്കെ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. കാരണം നമ്മൾക്ക് അറിയാത്ത, നമ്മളല്ലെങ്കിൽ മാറി നിൽക്കുന്ന, ഒഴിവാക്കപ്പെടുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല മാധ്യമ പ്രവർത്തകരും എല്ലാം, എനിക്ക് തോന്നുന്നത് ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, ഇപ്പം മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം മികച്ച മാധ്യമ പ്രവർത്തകർ, പുറത്തുള്ള ആളുകളാണ്. അവരൊക്കെ നടത്തുന്ന നല്ല സോഷ്യൽ മീഡിയ, പിന്നെ അതുപോലെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, വളരെ സീരിയസ് ആയിട്ട് ഇടപെടുന്നത്. അതൊരു വലിയ മാറ്റമാണിത്. സോഷ്യൽ മീഡിയനെ ഞാൻ കണ്ടത് അങ്ങനെ വിലയിരുത്തുന്നത്. കാരണം വല്ലാണ്ട് കറക്റ്റ് ചെയ്യുന്നൊരു സമൂഹത്തിനെ. വേറെ ദോഷങ്ങൾ ഒരുപാടുണ്ട്, അത് വേറെ കഥ. ഒരു കാര്യം, ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും പറയാം. കാരണം ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന മാധ്യമ പിള്ളേരുണ്ട്. അവർ പത്രം ഇറക്കുന്ന ഒരു ചാനല് ബുള്ളറ്റിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പലരും ചെയ്യുന്നത്, അവർക്ക് പല സോഴ്സും സോഷ്യൽ മീഡിയ ആണ്. അവരെന്താ ഫേസ്ബുക്കിലും പോയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് വാർത്തകൾ അതിന്റെ ഒരു ടിപ്പായിരിക്കും കാണുന്നത്. അത് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നത്. ഒരുപാട് സോഴ്സ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു സോഴ്സായി മാറിയിട്ടുണ്ട്. അവിടുന്ന് അരിച്ചെടുക്കുക, അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കാനായിട്ട് മാധ്യമ പ്രവർത്തകർ കഴിയുന്നുണ്ട്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, സമയം ഡാളസിൽ നിന്നാണ്. ഓക്കെ. കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരോട്, എൻ്റെ പേര് രാജുത്തരൻ എന്നാണ്. അപ്പം ഈ അടുത്ത സമയത്ത് ഒത്തിരി കോളേജിലെ ഈ റാഗിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ നടന്നല്ലോ. ആ സമയത്തൊക്കെയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വേണ്ട രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തോ, ചെയ്യാനേ നിങ്ങൾ താല്പര്യപ്പെട്ടോ? മാധ്യമ സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് പ്രസിദ്ധീകരിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് അങ്ങ് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിന്റെ തടസ്സം മാധ്യമ സ്ഥാപനങ്ങളാണോ, അത് നിങ്ങൾ ചെയ്യാൻ മടിക്കുവാണ്? ചോദ്യം. ഒരു തടസ്സമില്ല. എല്ലാവരും ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്. എല്ലാവരും അത് മാക്സിമം ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇപ്പൊ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ലഹരി. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ ലഹരിക്ക് എതിരായിട്ടുള്ള ക്യാമ്പയിൻ, ആരാണ് ഇതിന് പുറകിലുള്ളതെന്ന് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ നമ്മളൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ ഇത്രയും കാലം, അത് 1-2 ഇഷ്യൂ വന്നപ്പോഴാണ് മാധ്യമങ്ങൾ ഉണർന്നതും
മാധ്യമങ്ങൾ ഉണർന്നപ്പോഴാണ് സർക്കാർ ഉണർന്നതും ഈ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്നതും. ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ, അതായത് സമൂഹത്തിന് നമ്മുടെ ഈ കരണ്ട് തിന്നുന്ന, അതായത് നമ്മുടെ യുവതലമുറയെ കരണ്ട് തിന്നുന്ന ചില വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ഒരുപാട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ആ റെയ്ഡുകളൊക്കെ നടക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾ നിരന്തരമായിട്ട് വാർത്തകൾ ആ വിഷയത്തിൽ, ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് ബന്ധപ്പെട്ട് നിരന്തര വാർത്തകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന് സുപ്രഭാതത്തിൽ വെളിപാട് വന്നിട്ടൊന്നുമല്ല റെയ്ഡിന് പോയത്. അത് എല്ലാ മാധ്യമങ്ങളും അതൊക്കെ മാധ്യമങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സമൂഹത്തിൽ നടത്തുന്ന വലിയ പങ്കാണത്. അതിന്റെ ഭാഗം തന്നെയാണത്. മാധ്യമങ്ങൾ അതിൽ വളരെ ജാഗരൂകമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. അതിൽ പത്രമുതലാളിയും പത്രപ്രവർത്തകനൊന്നും ഇല്ല. അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മളൊക്കെ അതിൽ മുന്നോട്ട് പോകുന്നത്. സജീവൻ സാറെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. യഥാർത്ഥത്തില് മാധ്യമപ്രവർത്തകർ ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അങ്ങനെയുള്ള ഒരു അന്വേഷണാത്മക രീതിയിൽ പോകുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ എങ്ങനെ ശിഥിലമാക്കാമെന്നുള്ള പ്രവർത്തനത്തോടുകൂടി ആരെങ്കിലും കയറി പ്രവർത്തിക്കുന്നതാണോ എന്നുള്ള ഒരു ചിന്ത ആർക്കെങ്കിലും പോയിട്ടുണ്ടോ? കാരണം അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട്. കുട്ടികളിലേക്ക് എങ്ങനെ ഇത് എത്തുന്നു? പണ്ടത്തെ കാലത്ത് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന സമയത്ത് ഒരു വീഡിയോ വലിക്കാൻ പോലും പേടിച്ചിരുന്ന ഒരു ജനത എങ്ങനെ പെട്ടെന്ന് ഇത് മാറി? യുവജനത, പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അതിന് അടിമകളാവുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ അവരെ അതിലേക്ക് ആക്കി തീർക്കുന്നു? അതിനെക്കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് സ്റ്റൈൽ ആരെങ്കിലും ഇന്ന് നോക്കിയിട്ടുണ്ടോ? എങ്ങനെ എവിടുന്ന് വരുന്നു, എന്ത് വരുന്നു എന്നുള്ളത്? പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. കുറെ കൂടെ ഒക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമായിരുന്നു. ഇപ്പൊ പോലീസുകാരും സർക്കാരും മാത്രം വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? സമൂഹം മുഴുവനായിട്ട് ഇറങ്ങിയാലല്ല ഇതെല്ലാം മാറ്റാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഞാൻ മറുപടി പറയാം. അത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. അത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ട് പലപ്പോഴായിട്ടും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിങ്ങനെ പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതുക്കെ ഇങ്ങനെ CP-ആണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്തിട്ട് അത് സീരിയസ് ആയത് ഇപ്പോൾ ഇങ്ങനെ 1-2 ഇൻസിഡൻസ് വന്നപ്പോഴാണ് എല്ലാവരും ഉണർന്നെണീറ്റത്. അത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. കുറെ കാലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി മരുന്ന് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് അധ്യാപകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പല സ്കൂളുകളിലും അത് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ചില കാര്യങ്ങളിൽ, അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ചില മേഖലകൾ ഇതിനെ മൂടി വയ്ക്കാനായിട്ട് ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യപ്പെട്ടത് പെട്ടെന്നാണ്. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പോലീസുകാർ തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് വലിയ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയത്തക്ക രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ആന്ധ്രയിൽ നിന്നാണ് മയക്കുമരുന്ന് വരുന്നത്, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് വരുമായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളെല്ലാവരും അമേരിക്കക്കാരായതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ തന്നെ പല സ്റ്റേറ്റ്സിലും കഞ്ചാവ് കൃഷി നിയമപരമല്ലേ? ആണല്ലോ, പലയിടത്തും. അപ്പോ ഇവിടെയും അത് നിയമപരം ആക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലരത് ആക്കരുതെന്ന് പറയുന്നുണ്ട്. മോർഫിൻ കുത്തിവെക്കുന്നത് നിയമപരമാകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ചിലത് സമൂഹത്തിന് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു ഓണത്തിനിടയിൽ കുട്ടിവെച്ചോടം എന്ന് പറയുന്ന പോലെ കഞ്ചാവ് കൃഷി, അല്ലെങ്കിൽ ഈ മോർഫിൻ, കഞ്ചാവ് കൃഷി ഇപ്പോൾ അടച്ചു കെട്ടിയ സ്ഥലങ്ങളിലേക്ക് പല സ്ഥലങ്ങളിൽ ഉത്തരാഖണ്ഡിലൊക്കെ നടത്തുന്നുണ്ട്. ഈ നമ്മൾ എന്തോ ഒരു കൂണിന്റെ കാര്യം പറഞ്ഞായിരുന്നു, അത് തേനുമായിട്ട് കൂട്ടിച്ചേർത്ത് കഴിക്കണം എന്ന് എനിക്ക് ആ പേര് മറന്നുപോയി. അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കുറെ കാലം ഇവിടെ നടക്കുന്നതാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെട്ടപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് റാപ്പപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാൾ കൂടുതൽ പോയി. അത്രയ്ക്കധികം നല്ല ഒരു എന്താ പറയുക, ഒരു ഇൻസൈറ്റ് ആയിട്ടുള്ള, വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. Meera, do I have a minute? Yes, please. Okay, hello. 2 minutes.
ഓക്കെ, ഒറ്റ സെക്കൻഡ് മതി ഇത്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ജെയ്സി ജോർജ്, ഞാൻ ഡാളസിൽ നിന്നാണ്. ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ. ഞാൻ ജേർണലിസ്റ്റോ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകരോ ഒന്നുമല്ല, പക്ഷെ എൻ്റെ കാര്യങ്ങൾ മീഡിയയിലൊക്കെ വരും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇല്ല. പക്ഷേ ഐ വാസ് ക്യൂരിയസ് എന്താണ് ഈ ഡിസ്കഷൻ എന്നുള്ളത്. ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ, കുറേ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ ഈ മീഡിയ പ്രവർത്തകർ ഇതിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന സ്ട്രഗിൾസും ജോബ് സെക്യൂരിറ്റിയും സ്ട്രഗിൾസും, അതാണ് എനിക്ക് പ്രത്യേകം എന്നെ ഫീൽ ചെയ്യിപ്പിച്ചത്. എല്ലാവരുടെയും പോലെ നിങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും അത് പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ഇതിൽ വരുന്നതെന്നൊക്കെ ചിലപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് നടന്ന ഷൈനയുടെ കേസ് ആണെങ്കിൽ തന്നെയും, ബട്ട് ഐ ഗോട്ട് ദ എക്സ്പ്ലനേഷൻ. ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇടുക, പിന്നെ അതിനെ ക്ലിയർ ചെയ്യുക, പിന്നെ അതിനെ ഡിസ്കസ് ചെയ്യുക. എനിവേ, കുറെ എനിക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മീര ഫോർ ഇൻവൈറ്റിംഗ് മീ, ആൻഡ് താങ്ക്സ് അ ലോട്ട്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു ജെസ്സി, താങ്ക് യു. ഞാനത് ഈ ഒരു സംഭവം ഷൈനിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അജീഷ് അത്തോളിയായിട്ട് സംസാരിച്ചപ്പോഴത്തേനും ഞാനത് പറയായിരുന്നു. നമ്മുടെ സംസാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേനും പത്ര സ്വാതന്ത്ര്യത്തിൽ സംസാര സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. പക്ഷെ സംസാര സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിലാണ് വേണ്ടത്. ഷൈനിക്ക് ആ സ്വാതന്ത്ര്യം അവളുടെ സ്വന്തം വീട്ടിലും ഹസ്ബൻഡിന്റെ വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും എക്സ്ട്രീം പോകത്തില്ലായിരുന്നു. ഞാൻ അത് ആലോചിക്കുന്നുണ്ടായിരുന്നു. എനിവേ, നമ്മളുടെ ഡിസ്കഷൻ നമുക്ക് റാപ്പപ്പ് ചെയ്യേണ്ട സമയമായി. As we wrap up, here are some key takeaways. ജനാധിപത്യത്തിന് പത്രസ്വാതന്ത്ര്യം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അതിനൊപ്പം ധാർമ്മിക പത്രപ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വവും ഉൾപ്പെടുന്നു. ഇൻസ്റ്റന്റ് ന്യൂസ് ഡെലിവറി ചെയ്യുന്നതിലൂടെയും തെറ്റായ വിവരങ്ങൾ പോലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നതിലൂടെയും സോഷ്യൽ മീഡിയ പത്രപ്രവർത്തനത്തെ റീഷേപ്പ് ചെയ്തു. വാർത്തകളുടെ കാര്യത്തിൽ നാം ബോധവാന്മാരായിരിക്കണം. വിവരങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഉറവിടങ്ങൾ പരിശോധിക്കണം. A huge thank you to our panelists for their valuable insights and to our audience for your engagement. If you would find this discussion meaningful, please share your thoughts. Let's invite IAPC Dallas Chapter Secretary Lisamma Xavier to introduce the chapter members this time. ഗുഡ് മോർണിംഗ്. ഈ ചർച്ച വളരെ എൻജോയബിൾ ആയിരുന്നു. അപ്പൊ ഒരു കമന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. പല സെൻസേഷണൽ ന്യൂസും ആദ്യം തന്നെ വളരെ വലുതായിട്ട് ചിത്രീകരിക്കും. പിന്നെ അതിന്റെ ഒരു ക്ലോഷർ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പല മാധ്യമ പ്രവർത്തകരും ശ്രമിക്കുന്നില്ല. അതിനൊരു ചേഞ്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ഡാളസ് ചാപ്റ്ററിന്റെ നേതൃനിരയെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇവരെല്ലാവരും തന്നെ കലാ, സാംസ്കാരിക, മാധ്യമ, രാഷ്ട്രീയ രംഗങ്ങളില് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ഈ ഓർഗനൈസേഷന്റെ സ്ഥാപക നേതാക്കളുമാണ്. സന്തോഷത്തോടുകൂടി അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. പ്രസിഡന്റ്, ഡാളസ് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് വർഗീസ് അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് വിൽസൺ തരകൻ, സെക്രട്ടറി ലിസമ്മ സേവ്യർ, ട്രഷറർ രാജു തരകൻ, അഡ്വൈസറി ബോർഡ് ചെയർ PC മാത്യു. അദ്ദേഹം ഗാർലൻഡ് സിറ്റി കൗൺസിലിന്റെ മേയറായിട്ട് ഇപ്പോൾ ഇലക്ഷന് റൺ ചെയ്യുകയും കൂടിയാണ്. മെമ്പർ അഡ്വൈസറി ബോർഡ് ദീപക് കൈതക്കപ്പുഴ. ഇവരെ കൂടാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാ പ്രചോദനവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന മീന ചിറ്റിലപ്പള്ളി, നാഷണൽ വൈസ് ചെയർപേഴ്സൺ, ജോയ് പള്ളാത്തുമടം, നാഷണൽ സെക്രട്ടറി എന്നിവരുടെ സേവനങ്ങളും ഞങ്ങൾക്ക് നിരന്തരമായി ലഭിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ്മയിൽ സമ്പന്നമായ ഡാളസ് ചാപ്റ്റർ നേതൃനിരയെ ഒന്നുകൂടി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലും വെബിനാറിലും ഒക്കെ പങ്കെടുപ്പിക്കുവാനായിട്ട് 2025 വർഷം കൂടുതൽ അവസരങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, Lisamma Xavier. It's time to express our gratitude. Please welcome Raju Taragan. സമയത്തിന്റെ പരിമിതി മൂലം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇതുകൊണ്ട് ഓട്ടത്തെ നിർവഹിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് ഇത്രയും സമയം വളരെ പ്രയോജനകരമായ, വളരെ വിജ്ഞാനപ്രദമായ ഒരു മീറ്റിംഗ് ആണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നത്. വളരെ സന്തോഷമുണ്ട്.
വിജ്ഞാനത്തിന്റെ വീതികളിലൂടെ അതിവേഗത്തിൽ യാത്ര ചെയ്ത് നമ്മുടെ സഞ്ചാര പാതകളെ മനോഹരമാക്കി ഉല്ലാസഭരിതമാക്കി തീർത്ത അതിഥികളെ, പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുത്ത സഹമിത്രങ്ങളെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കും. കൂടാതെ ഇന്നത്തെ ചർച്ചയിൽ ആദ്യമായിട്ട് നന്ദി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ അദ്ദേഹത്തെ ശ്രീ രാധാകൃഷ്ണൻ സാർ നന്ദി അറിയിക്കുന്നു. മനോരമയിൽ നിന്നുള്ള അദ്ദേഹം മനോരമയിൽ നിന്നുള്ള സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത്. മനോരമയുടെ കാര്യം പറയുമ്പോഴും മനോരമ പത്രവുമായിട്ട് എനിക്ക് ഒരു വ്യക്തിബന്ധമുണ്ട് വർഷങ്ങളായിട്ട്. ഈ വാർത്ത ഞാൻ നമ്മുടെ പ്രസ് ക്ലബിൻ്റെ വാർത്ത എഴുതി എല്ലാം റെഡിയാക്കിയിട്ട് ഇന്നലെയാണ് അത് അയക്കുന്നത്. എന്നിട്ട് അവിടെയുള്ള എഡിറ്റോറിയൽ ബോർഡ് നമ്മുടെ സന്തോഷ് ജോർജ് സാറ് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇതൊന്ന് കൊടുക്കണമെന്ന്. അദ്ദേഹം അത് ഇന്നലെ തന്നെ അത് കൊടുത്തതുകൊണ്ട് എല്ലാ പേപ്പറിലും അത് വരുവാനും കഴിയും. അപ്പോൾ ഈ സമയത്ത് ആ യൂണിറ്റിലുള്ള ആ മനോരമ എഡിറ്റോറിയൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ എഡിറ്റേഴ്സിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്കൂടെ ഒത്തൊരുമിച്ച് സഹകരിച്ച ആ രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനപ്രദമായ ഈ സംഭാഷണം വളരെ പ്രയോജനപ്പെട്ടു. കാരണം പത്രപ്രവർത്തകരായ ഞങ്ങൾക്ക്. പക്ഷേ നാട്ടിലുള്ള പത്രപ്രവർത്തനവും ഇവിടുത്തെ കാര്യങ്ങൾ ഒത്തിരി ഞാനിത് ചിന്തിച്ചു നോക്കി, അത്ര ഈസി അല്ല. കാരണം പത്രപ്രവർത്തനം ഈ കാലഘട്ടത്തിൽ വളരെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൽ ഒരു പുതിയ ആലോചന നമുക്ക് എല്ലാവർക്കും ലഭിക്കാനിടയിൽ വളരെ സന്തോഷമുണ്ട്. മനോരമയിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് രാധാകൃഷ്ണൻ സാറിന് പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. അടുത്തതായിട്ട് ശ്രീ അജീഷ് അത്തോളിയസ് സാറാണ്. അദ്ദേഹം ജീവൻ ജീവിയിൽ നിന്ന് നിങ്ങളും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. അദ്ദേഹത്തെ ഇതിലൂടെ കാണുവാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പ്രഭാഷണവും നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടതായിരുന്നു. സഹകരണത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ മാതൃഭൂമിയിൽ നിന്നുള്ള നമ്മുടെ ഡോക്ടർ ABP ജോയ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷമായിരുന്നു. നമുക്ക് വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ച് നമ്മുടെ ചോദ്യങ്ങൾക്കും എല്ലാവരും ഇത് പങ്കെടുത്ത എല്ലാവരും കൃത്യമായ മറുപടി നൽകി തരികയും ചെയ്തു. ഈ മാധ്യമപ്രവർത്തകർക്ക് ഇതൊരു പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കൂടാതെ ഈ മാതൃഭൂമിയെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായി പറഞ്ഞ ഏറ്റവും കൂടുതൽ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു ആഴ്ചപ്പതിപ്പിന് ഞാൻ 10-20 കൊല്ലം പൂനെയിലായിരുന്നു. ഒരു ആഴ്ചപ്പതിപ്പിന് മലയാളികൾ ഒരു ആഴ്ചപ്പതിപ്പ് വായിക്കാൻ മലയാളി കടകളിൽ പോയി വാങ്ങിക്കും. ആ സമയത്ത് വളരെ ദൂരെ പോയി ആയിരിക്കും, എങ്കിൽ തന്നെ അതിലെ പങ്ക്തികൾ വളരെ വായനക്കാർക്ക് വളരെ വിലപ്പെട്ട വായനക്കാരുടെ അനുഭവങ്ങൾ എഴുതുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് വീരേന്ദ്രകുമാർ സാറിൻ്റെ ലേഖനങ്ങൾ വളരുന്ന സാധ്യത ഒത്തിരി അട്രാക്റ്റീവ് വരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമ്മളോടൊപ്പം ഈ സമയം ചെലവഴിച്ച ഡോക്ടർ ABP ജോയ് സാറിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവസാനമായിട്ട് നമ്മളോട് ഒത്ത് സഹകരിച്ച KP സജീവൻ സാറ്, അദ്ദേഹം കേരള കൗമുദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരള കൗമുദി പത്രത്തിന് കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പൂനെയിലായിരുന്നപ്പോഴേ അവിടുന്ന് കേരള കൗമുദി ബോംബെയിൽ ഒരു എഡിഷൻ അതിൻ്റെ സഹകരണത്തോടുകൂടി ആരംഭിച്ചു, കലാകൗമുദി. അന്ന് ഞാൻ പൂനെയിൽ ധാരാളം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ കേരള കൗമുദിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് ഫ്രണ്ട് പേജിൽ ഒരു വലിയൊരു വാർത്ത ഞാൻ പൂനെയിൽ റിപ്പോർട്ട് ചെയ്തു. ഒരു പത്രകാരൻ്റെ വളരെ ജീവിതത്തിൽ ഓർക്കത്തക്ക ഒരു ഫ്രണ്ട് പേജിൽ ഞാൻ അതൊരുക്കുള്ള സന്തോഷം. അപ്പോൾ എൻ്റെ എഴുത്തിനെ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയും കഴിഞ്ഞു. ഇത് സമയത്തിൻ്റെ പരിമിതി മൂലം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എഴുത്തുകാരെയും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരെയും നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹനം ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിനെ ഇവിടെ സമാപനം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാഗത്തിന് മുമ്പിൽ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ പാനലിസ്റ്റിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് വിരോധമുണ്ടോ? അവരുടെ ഇമെയിൽ ID അയച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്യാം. ഇമെയിൽ ID ഫോർവേഡ് ചെയ്യാം. വി ഹോപ്പ് എല്ലാം നന്നായി നടന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം.
എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ട് ഇതില്. ഡോക്ടർ മാത്യു ജോയ് സാറ്, സണ്ണി ജോർജ്, ഷാൻ ജസ്റ്റിസ്, ജിൻസ്, അതുപോലെ ഒത്തിരി പേര്, ഞാൻ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത എല്ലാ പേർക്കും ഹൃദയത്തിൽ നിന്നിന്റെ ഭാഷയിൽ എല്ലാ പേർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള ഡിസ്കഷൻസും പാനൽസും വെബിനാറും ഒക്കെ ഇതുപോലെ നമ്മൾ സംഘടിപ്പിക്കും. എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാകണം. സോറി, ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം അങ്ങ് വിട്ടുപോയി. നമ്മുടെ ഈ ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്തു തന്ന മാത്യു ജോയ് സാറെ പ്രത്യേകം അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ ജിൻസ് മോൻ സക്കറിയ ടീമിനെ ഞാൻ വിട്ടുപോയതാണ്, അതൊന്ന് ഓർപ്പിച്ചത് പ്രത്യേകം. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ അവരൊത്തിരി നമ്മളെ അവരുടെ ഒരു മോട്ടിവേഷൻ ആണ് ശരിക്കും ഈ വെബിനാറിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. IAPC എന്ന് പറയുമ്പോൾ തന്നെ ഒരൊറ്റ ടീമാണ്. നമ്മൾ അത് അത്രയും സക്സസ്ഫുൾ ആയി നടത്താൻ പറ്റി. പാനലിസ്റ്റുകളുടെ ടൈം ഇത്രയും ലേറ്റ് ആയി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇത്രയും ഒരു എന്താ പറയാ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷന് നിങ്ങളില്ലെങ്കിൽ ഇത് നടക്കത്തില്ല. അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇനിയും വീണ്ടും നല്ലൊരു വെബിനാറുകൾ ഇതുപോലെ സംഘടിപ്പിക്കണം എന്നുള്ളൊരു ഇതിലാ ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് അത്രയും ഭയങ്കരമായിരുന്നു കേട്ടോ. ഹാറ്റ്സ് ഓഫ്. 4 പേർക്കും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. മാത്യു സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു വാക്ക് പറയാം. മാത്യു സാർ മ്യൂട്ടാണ്. മാത്യു സാർ മ്യൂട്ടാണ്. മ്യൂട്ടാണോ? ഇപ്പൊ കേക്കാം. ഏതായാലും 1 മിനിറ്റ് തന്നതിന് വളരെ സന്തോഷം. ഇല്ല, ഞങ്ങളത് ഉദ്ദേശിച്ചിരുന്നതാ. കാരണം ഇത് ഡാളസ് ചാപ്റ്ററിന്റെ ഒരു വലിയ വിജയമാണ്. ഇതുപോലെ ഇത്രയും കഴിവും പ്രാഗൽഭ്യവും ഉള്ള വിവിധ പത്രങ്ങളിൽ നിന്നും ചാനലുകളിൽ നിന്നും 4 പേരെ ഒരുമിപ്പിച്ച് ഈ 1.5 മണിക്കൂർ നമുക്ക് വളരെ വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ പറഞ്ഞു തരാൻ മാത്രം ഒരുമിച്ച് കിട്ടിയത്, അതും വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇവരെ കിട്ടിയതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല. പക്ഷെ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവർ റെഡി. കാരണം നമ്മൾ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഗംഭീരമായ വെബിനാറുകളും ഇതുപോലെ തന്നെ സൂം മീറ്റിങ്ങുകളും നടത്തി കൂടുതൽ ഇന്ററാക്ഷൻ വരുത്താനുള്ള ഒരു പ്ലാനാണ് IAPCക്ക് ഉള്ളത്. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ അടുത്ത മാസങ്ങളിലൊക്കെ ഗംഭീരമായ ചർച്ചകളും കൂടുതൽ വിജ്ഞാനപ്രദങ്ങളായ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, സെമിനാറുകളൊക്കെ നടത്താനായിട്ട് ഇതുപോലെയുള്ള ആൾക്കാരുടെ സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. IAPC ഈസ് റോക്കിംഗ് നൗ. നമ്മുടെ ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസ് May 3, 4, 5 നമ്മൾ നടക്കുകയാണ്. അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. എല്ലാവിധമായ മംഗളാശംസകളും ഡാളസ് ടീമിന്റെ എല്ലാവർക്കും, പ്രത്യേകമായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തതിന്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും ബോർഡിന്റെ പേരിലും നാഷണൽ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജിൻസ് പോയോ? ഉണ്ടോ? ജിൻസ് ഉണ്ടോ? ജിൻസ് ഉണ്ടായിരുന്നു. ലൈനിലുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ആണല്ലേ? ജിൻസ് തിരക്കായിരിക്കും. എനിവേ, എന്തായാലും എല്ലാവർക്കും എന്റെ അങ്ങോട്ടും ഒരുപാട് നന്ദി. നമ്മളെ പോലെ ഒരുപാട് ആളുകൾ, നിങ്ങളെ പോലുള്ള ആളുകളെ കാണുക എന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. നമ്മളെ എത്രത്തോളം അറിവുകൾ അങ്ങോട്ട് കയറി എന്നും നമുക്കറിയില്ല. എങ്കിലും ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉൾക്കൊണ്ടത് ഇത്രയും ആളുകളെ, ഇങ്ങനെയൊക്കെ ആളുകളെയൊക്കെ നമ്മൾ കാണുന്നു, ശരിക്കും നേരിട്ട് കാണുന്ന പോലെ തന്നെ ഉണ്ട്. വളരെ സന്തോഷം ഭാഗമാകാൻ. ഇതില് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് വർഗീസ് മാത്യു സാറാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം വഴി നമ്മളിവിടെ സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നെറ്റ്വർക്കിംഗ് ആണ്. നമ്മൾ കുറെ പേര് ഇതിന്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞ നെറ്റ്വർക്കിംഗ് ആണ്. നമ്മള് ഇങ്ങനെ ഒരു വെബിനാർ മൂലം നമ്മൾ കുറെ പേരെ പരിചയപ്പെടാൻ പറ്റും. ആ നെറ്റ്വർക്കിങ്ങിലൂടെ പിന്നെയും കുറെ പേരെ പരിചയപ്പെടാൻ പറ്റും. ആ പരിചയപ്പെടലിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. നേട്ടങ്ങൾ എന്ന് പറയുന്നത് പൈസയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ല, അറിവാണ്. അറിവിലൂടെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ അത് എവിടം വരെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. ആ നെറ്റ്വർക്കിങ്ങില് അത് പിന്നെ നമ്മുടെ കഴിവനുസരിച്ചിരിക്കും കേട്ടോ, എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര IAPC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെ നെറ്റ്വർക്കിംഗ് ആ ഫോക്കസ് ചെയ്യുന്നത്. അത് ഇൻ എ ഗുഡ് വേ. സോ അത് നിങ്ങൾ 4 പേർക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത് എന്താ വളരെ സന്തോഷം. ആളുകൾ നമ്മളൊന്നും
എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് എവിടെയും പോകാറുന്ന ആളുകളല്ല നമ്മൾ. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സംസാരിക്കുമ്പോ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല സജീവ. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അത് നെറ്റ്വർക്കിങ്ങില് ഞങ്ങൾക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ് പോലെ തന്നെയാണ്. നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. അജീഷാണ് എന്റെ അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മളോട് പങ്കെടുക്കുക ഞങ്ങളൊക്കെ പത്രക്കാരെ സമയത്തോളം ചാനലുകാർ ഫുൾ ടൈം ആണെങ്കിലും ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ സമയമാണ്. 8 മണി 9 മണി 10 മണി വരെയുള്ള സമയം നമ്മൾ ഓഫീസിൽ തന്നെ കുത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനിടയിൽ നിങ്ങൾ മെസ്സേജ് ഒക്കെ വരുമ്പോൾ അപ്പം നമുക്കിത് പങ്കെടുക്കാൻ ഒരു കൗതുകം കൂടിയാണ്, ഒരു രസമാണ്. അതുപോലെ അദ്ദേഹം ചോദിച്ചിരുന്നു പരസ്പരം അറിയാന്നുള്ളതാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനം. പരസ്പരം അറിയാം, നിങ്ങളെ അറിയാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പറുകൾ കൊടുക്കുക, നമ്മളെടുത്ത് അവർക്ക് എന്തെങ്കിലും അമേരിക്കൻ അനുഭവങ്ങളൊക്കെ എഴുതാനുള്ള അവസരം. ഞാനൊക്കെ ഇപ്പൊ കേരള കൗമുദിൽ എഡിറ്റ് ബോർഡിലൊക്കെ ഉള്ള പെൻഷനാണ്. അപ്പൊ നമ്മൾക്ക് എഴുതാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ അവിടത്തെ അമേരിക്കൻ അനുഭവമൊക്കെ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തരാം. നമുക്കതൊക്കെ ചെയ്യാനുള്ള സ്പേസുകളുണ്ട്. എല്ലാവർക്കും എന്തായാലും വളരെ നന്ദി, തീർച്ചയായും വളരെ നന്ദി. ഒരു കോളം തുടങ്ങട്ടെ. കോളൊന്നും വേണ്ട, നിങ്ങളൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾക്ക് ചെയ്യാവുന്ന. അതെ, അല്ല ഞാൻ പറഞ്ഞ അവരെ കൊണ്ട് എഴുതാൻ ഒരു സ്പേസ് ഉണ്ടാവട്ടെ എന്നാ പറഞ്ഞു. അതൊക്കെ ഉദ്ദേശിച്ചതാ. നിങ്ങൾ സബ്ജക്ട് കണ്ടെത്തി ഞങ്ങളോട് പറയുക, ഞങ്ങള് തരാം. കോളം വേണമെന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തത്. സബ്ജക്ട് കണ്ടെത്തി ഞങ്ങളോട് ചോദിച്ചാൽ മതി, തരാം. മറ്റൊരു കാര്യം കൂടി, ഇതൊരു പരിഗണനയും കൂടിയുള്ള സ്പേസ് ആണ്. ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. അപ്പൊ നമ്മളെ പരിഗണിക്കാൻ ഒരു നിയോഗം ഉണ്ടാവുക എന്നുള്ളതും ഒരു കാരണം തന്നെയാണ്. അപ്പൊ അതിലൊരു സ്പെഷ്യൽ താങ്ക്സ്. Thank you. And good night to the panelists from Homeland. ഞങ്ങൾക്ക് good morning. Good morning, yeah. Okay, thank you so much. Thank you everyone. Thank you. Bye. Thank you. Bye. 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 See you again. You did an amazing job. Thank you. Bye. Thank you. Bye.